അമ്മ എന്നോട് പറയുന്നതാ, ഞാൻ ജീവിച്ചിരിക്കുമ്പം പഴമ്പായിൽ പൊതിഞ്ഞ് നിന്നെ ഇവിടെ കൊണ്ടുവരാൻ ഇടയാവരുത്. കാരണം എല്ലാവരും വെട്ടുകയും കുത്തുകയും. ഞാൻ ശക്തനായൊരു മരിയ ഭക്തനായിരുന്നു. കയ്യിൽ ഒരു ജപമാല ഉണ്ടാവും, പോക്കറ്റിൽ ജപമാല ഉണ്ടാവും, കഴുത്തിൽ ജപമാല മോതിരമാക്കി കയ്യിൽ. അങ്ങനത്തെ അത്ര ശക്തമായൊരു മരിയ ഭക്തനായിരുന്നു ഞാൻ. ഇതെല്ലാം പുറത്തുണ്ട്. പക്ഷേ ഈ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ ഉയരുന്ന ഒരു വചനത്തിൻ്റെ ഇത് പുറമേ ഉള്ളതിനേക്കാൾ ഇവിടെയുണ്ട്. പക്ഷെ എനിക്ക് പെന്തിക്കോസ് എൻ്റെ പരിചിതമായ മേഖലയിൽ പോലും ആരുമില്ല. എൻ്റെ ബന്ധുക്കളിൽ ആരുമില്ല. അപ്പോൾ ഞാൻ അതിനെതിരുമായിരുന്നു. ശക്തനായൊരു ഇതിൽ എൻ്റെ ഭാഷകളെ ഞാൻ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിട്ടുള്ളത് പെന്തക്കോസ്തെ എതിർക്കാനാണ് ഉപയോഗിച്ചിട്ടുള്ളത്. നായ്ക്കപ്പറമ്പിലൊക്കെ പിന്നെ ഈ നടക്കുമ്പോഴും പോകുമ്പോഴും സംസാരിക്കുമ്പോഴും ഒക്കെ ഈ അന്യഭാഷയിൽ പറയുന്നത് കേട്ടിട്ടുണ്ട്. പക്ഷെ എനിക്കത് മനസ്സിലായിട്ടില്ല. ആ സമയത്ത് പെട്ടെന്നാണ് ഒരു ഇങ്ങനെ ഒരാൾ വന്നോ ചിറക് വെച്ച് മാലാഖ ഇറങ്ങിയെന്നൊന്നും ഞാൻ പറയത്തില്ല. പക്ഷെ എനിക്ക് എൻ്റെ ഇന്നർ മൈൻഡിലൊരു ശബ്ദം ഞാൻ കേൾക്കുകയാണ്, ദിസ് ഈസ് റൈറ്റ്. ലോകത്തെ ഭയപ്പെടുന്നില്ല, മരണത്തെയും ഭയപ്പെടുന്നില്ല. കാരണം മരണത്തെ ജയിച്ചവൻ ഒറ്റ വാക്കാണ് എന്നെ മുന്നോട്ട് നയിക്കുന്നത്. ഞാൻ ജീവിക്കുന്നതിനാൽ നിങ്ങളും ജീവിക്കും. തോൽക്കാൻ പിന്നെ ഒരുപാട് കാരണങ്ങളുണ്ട്. പക്ഷെ ജയിക്കാൻ ഒരൊറ്റ കാരണമേ ഉള്ളൂ, അത് ക്രിസ്തുവാണ്. ജയിച്ചവനാണ്. ഹല്ലേലൂയ ന്യൂസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. ഇന്ന് ഞാനുള്ളത് തടത്തിൽ അച്ഛൻ എന്ന പേരിൽ അറിയപ്പെടുന്ന അനുഗ്രഹീതനായ ഒരു ദൈവദാസന്റെ ഭവനത്തിലാണ്. അദ്ദേഹത്തോടൊപ്പം ചില സമയം ചെലവഴിക്കുവാനും അദ്ദേഹത്തിന്റെ ജീവിതാനുഭവങ്ങൾ പ്രേക്ഷകർക്ക് വേണ്ടി പങ്കിടുവാനും ആഗ്രഹിക്കുന്നു. അദ്ദേഹത്തെ പരിചയപ്പെടുത്തുന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. കത്തോലിക്ക സഭയിലെ ഒരു പുരോഹിതനായിരുന്നു അദ്ദേഹം. ദീർഘവർഷങ്ങൾ ഒരു കരിസ്മാറ്റിക് ധ്യാന ഗുരുവായിട്ടും കത്തോലിക്ക സഭയുടെ ചുറ്റുവട്ടങ്ങളിൽ വളരെ വിശ്വസ്തമായി കാര്യങ്ങൾ ചെയ്തുകൊണ്ട് അദ്ദേഹം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ശുശ്രൂഷയുമായി ബന്ധപ്പെട്ട് ആയിരുന്നു. എന്നാൽ ദൈവം അദ്ദേഹത്തിന് കൃത്യമായ വെളിപ്പാടുകൾ കൊടുക്കുകയും ദൈവവചനത്തിൻ്റെ യഥാർത്ഥ സത്യങ്ങളിലേക്ക് അദ്ദേഹം നയിക്കപ്പെടുകയും ചെയ്തപ്പോൾ, അദ്ദേഹം തൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ഇടപെടൽ അനുഭവിച്ചപ്പോൾ അറിഞ്ഞ സത്യങ്ങൾക്ക് വേണ്ടി ഇറങ്ങിത്തിരിക്കുവാൻ അദ്ദേഹം തീരുമാനിക്കുകയും അങ്ങനെ അദ്ദേഹം ഒരു പെന്തക്കോസ്ത് വിശ്വാസിയായി മാറുകയും പെന്തക്കോസ്ത് സഭയുടെ ഭാഗമായി മാറുകയും ചെയ്തു. ഇന്ന് തിരുവല്ലയിലുള്ള IPC പ്രയർ സെന്റർ സഭയുടെ അംഗമായി അദ്ദേഹവും കുടുംബവും മുന്നോട്ട് പോകുന്നു. അദ്ദേഹത്തെ പരിചയപ്പെടുത്തുന്നതിൽ അതിയായ സന്തോഷമുണ്ട്. സ്വാഗതം ചെയ്യാം പ്രിയ തടത്തിൽ അച്ഛനെ. അച്ഛൻ്റെ സ്വദേശം കണ്ണൂരാണ്. കണ്ണൂര് പ്രോപ്പർ എവിടെയായിരുന്നു? കണ്ണൂര് ചെറുപുഴയാണ് അറിയപ്പെടുന്നത്. ഒരു കുടിയേറ്റ മേഖലയാണ് അല്ലേ? ഓക്കെ. നിങ്ങൾ ശരിക്കും അവിടുത്തുകാരാണോ അതോ കുടിയേറ്റക്കാരാണോ? ഇവിടെ പത്തനംതിട്ട നിന്ന് കുടിയേറിയതാണ് 60 കാലഘട്ടത്തിൽ. 1960കളിലാണ് അങ്ങോട്ട് പോയത്. അതൊക്കെ ആ മേഖലയിലെ ഒരു കുടിയേറ്റത്തിന്റെ ഒരു കാലഘട്ടമായിരുന്നു ഈ 60 ഞങ്ങളുടെ കുടുംബം അതുപോലെ തന്നെ ഞങ്ങള് കോട്ടയം കാനം സ്വദേശികളായിരുന്നു. എൻ്റെ പിതാവ് കുടിയേറിയെന്ന് പറയുന്നത് സത്യമല്ല. എൻ്റെ വല്യപ്പച്ചനൊക്കെ ഇവിടെ നിന്ന് മലബാറിലേക്ക് കുടിയേറിയ, പ്രത്യേകിച്ച് അവര് പാലക്കാട് ഭാഗത്തേക്കാണ്. പിന്നീട് എൻ്റെ പിതാവ് ആക്ച്വലി ഒരു പാസ്റ്റർ ആയിരുന്നുകൊണ്ട് അദ്ദേഹം അങ്ങനെ പിന്നെ ഒരു സുവിശേഷകനായി തന്നെ മലബാറിലേക്ക് പോയ ആളാണ്. എന്നാൽ അത് 50കളുടെ അവസാനത്തിലായിരുന്നു അവരുടെ കുടിയേറ്റം. ഓക്കെ. എനിവേ, അപ്പൊ അച്ഛൻ്റെ കുടുംബം മാതാപിതാക്കൾ ഒക്കെ 60കളിൽ അങ്ങോട്ട് പോയതാണ്. ഞാൻ ജനിച്ചതൊക്കെ ചെറുപുഴ അവിടെ. തിരുമേനിയാണ് പ്രോപ്പർ പ്ലേസ്. തിരുമേനി എന്ന് പറയുന്നത് സ്ഥലപ്പേരാണ്. തിരുമേനിയാണ് പ്രോപ്പർ പ്ലേസ്. ചെറുപുഴ എന്ന് പറയുന്നത് ഒരു അറിയപ്പെടുന്ന ഒരു സ്ഥലമാണ്. ചെറുപുഴ അവിടുന്ന് ഒരു 8 കിലോമീറ്റർ ആണ് തിരുമേനി എന്ന് പറയുന്നത്. ഒരു കൊച്ചു ഗ്രാമമാണ്. ഈ കണ്ണൂർ സിറ്റിയിൽ നിന്ന് ഈ ചെറുപുഴയ്ക്ക് എന്നാ ദൂരമുണ്ട്? 45-50 കിലോമീറ്റർ ഏകദേശം അത്രയും വരും. ഓക്കെ. കത്തോലിക്ക സഭയിലായിരുന്നു. കത്തോലിക്ക സഭയുടെ ആ ചുറ്റുവട്ടത്തിലാണ് വളർന്നു വന്നത്. മലങ്കര കത്തോലിക്ക സഭയിലായിരുന്നു. ഞാൻ മലങ്കര കത്തോലിക്ക സഭയിലായിരുന്നു. അന്ന് തിരുവല്ല രൂപതയാണ് ഉണ്ടായിരുന്നു. പിന്നീട് അത് ബത്തേരി രൂപതയാക്കി അതിനെ മാറ്റി. അപ്പം ബത്തേരി രൂപതയുടെ കീഴിലാണ് പള്ളിയുള്ളത്. ആദ്യകാലത്തെ ഒരു പള്ളിയാണ് അവിടുത്തെ. കുടിയേറ്റ മേഖലകളിലെല്ലാം സ്വാധീനം ചെലുത്തിയ പള്ളിയാണ്. അപ്പം പിന്നെ അച്ഛനെ സംബന്ധിച്ചിടത്തോളം ഒരു വൈദികനാകാനായിട്ടുള്ള ഒരു തീരുമാനത്തിലേക്കൊക്കെ വരുന്നത് എപ്പോഴാണ്? യഥാർത്ഥത്തിൽ എൻ്റെ യുവത്വ കാലഘട്ടം, യുവത്വം എന്ന് പറഞ്ഞാൽ ഒരു 10-15 വയസ്സുള്ളപ്പം മുതൽ
ഒരു 20 വയസ്സ് വരെയുള്ള, ഞാൻ 10ാം ക്ലാസ് പാസ്സായി കഴിഞ്ഞിട്ട് ഞാൻ കൗമാരത്തിന്റെ അവസാന കാലഘട്ടം. അവസാന കാലഘട്ടം. അപ്പം 10ാം ക്ലാസ് പാസ്സായിട്ട് ഞാൻ എവിടെയും പഠിക്കാൻ പോയിരുന്നില്ല. അപ്പോൾ എൻ്റെ ഫാദറിൻ്റെ മരണം ഒക്കെ എൻ്റെ പഠനത്തെ, അന്നത്തെ സാഹചര്യം അറിയാം, പഠനത്തെ ബാധിച്ചു. പിന്നീട് ഞാൻ ഒരു രാഷ്ട്രീയ ലെവലിലേക്കൊക്കെ അങ്ങ് പോവുകയാണ് ചെയ്തത്. കാരണം അത് വലിയ രാഷ്ട്രീയ പ്രവർത്തകനല്ല, പക്ഷെ ഒരു അനുഭാവിയായിട്ട് ഇങ്ങനെ പോവുകയാണ്. അത് പ്രത്യേകിച്ച് SFIയുടെയും DYFIയുടെയും ഒക്കെ പ്രവർത്തകനായിട്ട് നിൽക്കുന്ന, അറിയപ്പെടുന്ന ആളല്ല, എന്നാലും അതിൻ്റെ അനുഭവം. അങ്ങനെ ഒരു യുക്തിവാദ ചിന്ത എന്നിലേക്ക് കടന്നു. അപ്പോൾ ഈ ദുഃഖവെള്ളിയാഴ്ചയൊക്കെ ഈ പിന്നെ കുരിശിൻ്റെ വഴിയൊക്കെ വരുമ്പോൾ ഞങ്ങൾ കുറച്ച് പിള്ളേരെ സെറ്റ് കൂടിയിട്ട് തിരിച്ചങ്ങോട്ട് ഇംഗ്ലാവും വിളിച്ച് പോകുന്ന ഒരു അങ്ങനത്തെ ഒരു മൈൻഡ് ഉണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ ഈ സെമിനാരി എന്ന് പറയുന്നതോ അച്ഛനാകുന്നോ എന്നോ എൻ്റെ സ്വപ്നങ്ങളിൽ പോലും ഇല്ലായിരുന്നു. ഈ 20 വയസ്സുള്ളപ്പോഴാണ് ഞാൻ സെമിനാരിയിലേക്ക് പോകുന്നത്. അതൊരു അച്ഛൻ്റെ ഇടപെടലാണ്. അപ്പോൾ ഞാനിങ്ങനെ ഒരു എന്താ പറയുക, ഈ നമ്മൾ പറയല്ലേ ആർക്കും വേണ്ടാത്തവൻ എന്നൊക്കെ പറയുന്ന ഒരു ലൈഫാണല്ലോ അങ്ങനെ വരുമ്പോൾ. ആളുടെ വ്യക്തിത്വം മോശമായിട്ടല്ല, പക്ഷെ പ്രവർത്തന ശൈലികളൊന്നും ഇഷ്ടപ്പെടാത്ത ഒരു സാമൂഹിക ചുറ്റുപാടുണ്ട്. അവിടെ നിന്ന് ഈ അച്ഛൻ വന്നു, അച്ഛനുമായിട്ടുള്ള ഒരു ബന്ധം, അങ്ങനെ അച്ഛന്മാരുമായിട്ടൊന്നും ബന്ധമില്ലായിരുന്നു. പക്ഷേ ഇദ്ദേഹം ഒരു സ്വാധീനം എന്നിലേക്ക് കിട്ടി. അദ്ദേഹം എന്നെ അവിടെ നിന്നൊന്ന് മാറ്റിയെടുക്കാനായിട്ട്. അപ്പൊ ഈ DYFI കളിക്കുമ്പോഴൊക്കെ പള്ളിയിൽ പോവുകയൊക്കെ ചെയ്യുമായിരുന്നോ? അതോ ഇല്ല പള്ളിയിൽ പോകുന്ന ആ ഒരു സൺഡേ സ്കൂളിന്റെ കാലഘട്ടം കഴിഞ്ഞതിന് ശേഷം, അതായത് 10ാം ക്ലാസ് വരെയുള്ള കാലഘട്ടം കഴിഞ്ഞ ശേഷം ഞാൻ പള്ളിയിൽ പോയിട്ടില്ല. കല്യാണമൊക്കെ ആരുടെയെങ്കിലും കല്യാണം വന്നു കഴിഞ്ഞാൽ പോലും ഞാൻ പുറത്ത് അവിടെ തെങ്ങിന്റെ ചുവട്ടിലൊക്കെ നിന്നിട്ട് പുറത്തേ ഉള്ളൂ. പള്ളി എന്നുള്ള എൻ്റെ കോൺസെപ്റ്റിൽ പോലും ഇല്ലാത്ത, അതായത് ദൈവം എന്ന് പറയുന്ന ഒന്നെൻ്റെ ചിന്തകളില്ലാത്ത ഈ അച്ഛൻ എന്നെ അവിടെ നിന്നൊന്ന് മാറ്റിയെടുക്കാൻ, ആ സാഹചര്യത്തിൽ നിന്ന് മാറ്റിയെടുക്കാൻ വേണ്ടി ബത്തേരിക്ക് പിന്നെ വിട്ടതാണ്, അരമനയിലേക്ക് പോയിട്ട്. അത് അമ്മ പോയി പറയുകയൊക്കെ ചെയ്ത് കാണുമായിരിക്കും അച്ഛനോട്, അല്ലേ? അതോ ഇല്ല, അച്ഛൻ വീട്ടിൽ വന്ന്, അമ്മയും എൻ്റെ പെങ്ങളും ഒക്കെ പള്ളിയിലെ വലിയൊരു ഭക്തയായ ഒരമ്മയായിരുന്നു. പെങ്ങളാണെങ്കിൽ പള്ളിയിലെ സജീവ ഇതാണ്. അപ്പോൾ അങ്ങനെ ഈ അച്ഛൻ എന്നോടുള്ളൊരു സ്നേഹം എങ്ങനെയോ വന്നതാണ്. അതിൻ്റെ സത്യം പറഞ്ഞാൽ സ്നേഹിക്കാനുള്ള ഘടകങ്ങളൊന്നും ഇല്ലെങ്കിലും ദൈവം വരുത്തി തീർക്കുന്ന ഒരു ഇതാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെ ഞാൻ ബത്തേരിയിലെ സെമിനാരിയിലെ പിന്നെ അച്ഛൻ, അന്ന് എൻ്റെ കയ്യിൽ പൈസയൊന്നുമില്ല. ഈ അച്ഛനാണ് അന്ന് 85 അവസാനം പിന്നെ ഞാൻ സെമിനാരിലേക്ക് പോകുന്നത്. അപ്പോൾ ആ സമയത്ത് അച്ഛൻ ഒരു 500 രൂപ എടുത്തെൻ്റെ തന്നിട്ട് പറഞ്ഞു, മുണ്ടും ഷർട്ടുമൊക്കെ, മുണ്ടേ പറ്റത്തുള്ളൂ സെമിനാരിൽ, വെള്ളമുണ്ടും ഷർട്ടും, മുണ്ടും ഷർട്ടുമൊക്കെ മോനും പോയി എടുക്കുക എന്ന് പറഞ്ഞ് തന്നിട്ട് അച്ഛൻ തന്നെയാണ് എന്നെ ബത്തേരിക്കുള്ള ഇതെല്ലാം കത്തും തന്നു വിടുന്നു. ഓക്കെ, അവിടെ ഒരു ചോദ്യം വരുന്നത്, ഈ ഇടതുപക്ഷ താല്പര്യങ്ങളുമായിട്ട് നടക്കുന്ന ഒരു ചെറുപ്പക്കാരനെ സംബന്ധിച്ചിടത്തോളം ഓൾ ഓഫ് എ സഡൻ ഒരു അച്ഛൻ പറഞ്ഞതുകൊണ്ട് സെമിനാരിൽ പോകുക എന്ന് പറയുന്നത് പ്രാക്ടിക്കലി അതൊരു അസ്വാഭാവികമായ കാര്യമാണ്. എങ്ങനെ അങ്ങനെ സംഭവിക്കുന്നത്? അതായത് ഇവിടെ എല്ലാം തന്നെ എൻ്റെ ജീവിതത്തിൽ ഈ നിമിഷം, ഇപ്പം നമ്മൾ പാസ്റ്ററും ഞാനും കൂടി ഇരിക്കുന്ന നിമിഷം വരെ ദൈവത്തിൻ്റെ ഒരു ഇടപെടൽ എവിടെയൊക്കെയോ നടന്നു. എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യമാണ്. നേരായി നോക്കിയാൽ അസാധ്യമായ കാര്യമാണ്. അപ്പോൾ എൻ്റെ ചിന്താഗതികൾ മുഴുവനും എഗനസ്റ്റായി നിൽക്കുന്ന ഒന്നിലേക്ക് ഞാൻ അനുകൂലമായി കടന്നു ചെല്ലുക എന്ന് പറയുന്നത് ഇതാണ്. പിന്നെ എനിക്ക് എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ അന്നുമുണ്ട് എങ്ങനെയെങ്കിലും ഈ ഒരു വലയത്തിൽ നിന്ന് പൊട്ടിച്ച് പുറത്ത് ചാടണമെന്ന്. കാരണം എനിക്കറിയാം അമ്മ അതിനെനിക്ക് അമ്മയുടെ ഒരു സങ്കടകരമായ ഒരു വാക്ക് എന്നെ ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ട്. അമ്മ എന്നോട് പറയുന്നതാ, ഞാൻ ജീവിച്ചിരിക്കുമ്പം പഴമ്പായിൽ പൊതിഞ്ഞ് നിന്നെ ഇവിടെ കൊണ്ടുവരാൻ ഇടയാവരുത്. കാരണം എല്ലാവരും വെട്ടുകയും കുത്തുകയും, പ്രത്യേകിച്ച് കണ്ണൂർ എന്ന് പറയുമ്പോൾ അറിയാം എപ്പോഴും ഒരു രാഷ്ട്രീയ കൊലപാതകങ്ങളുടെ ഒക്കെ ഇതാണ്. അപ്പം നമുക്ക് നമ്മളുടെ ജീവിതത്തിനൊരു തീർപ്പ് കൽപ്പിക്കാൻ പറ്റാത്ത ഒന്നാണ്. അമ്മയുടെയൊക്കെ ദുഃഖമാണ് അത്. എൻ്റെ മാത്രമല്ല, ഒരുപക്ഷെ ഇങ്ങനെയുള്ള മക്കളുടെ എല്ലാ അമ്മമാർക്കും ഉണ്ടാകുന്ന ഒരു കോമൺ ഒരു ദുഃഖമാണ് അവരെ എപ്പോഴാണ് നഷ്ടപ്പെട്ടു പോകുക എന്നുള്ളത്. അപ്പോൾ അമ്മ ഈ പറഞ്ഞ വാക്ക് എവിടെയോ എന്നെ ഒന്ന് കൊടുത്തു. സത്യത്തിൽ അതാണ് കണ്ണൂരിൽ നിന്നും കമ്മ്യൂണിസത്തിൽ നിന്നും അച്ഛനെ രക്ഷപ്പെടുത്തിയത്. സത്യമാണ്. അപ്പോൾ അങ്ങനെ വന്നു ഈ ബത്തേരിക്ക് പോയി. ഈ അമ്മ നിരന്തരം അതിനു വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടാകും. തീർച്ചയായിട്ടും പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പം ഞാൻ സെമിനാരിയിൽ പോകാനെല്ലാം തീരുമാനമെടുത്തു. അപ്പോൾ അന്നേരം വിവാഹം കഴിക്കാൻ പറ്റിയില്ലെന്നൊന്നും അമ്മയ്ക്കറിയില്ല. സെമിനാരി എന്നാണെന്നും എൻ്റെ അമ്മച്ചിക്ക് അറിയില്ല. അച്ഛൻ ആകാൻ പോകുന്നു എന്നുള്ളത് അത്രയേ ഉള്ളൂ. അച്ഛൻ അതിന് വന്ന എക്സ്പ്ലനേഷൻ എല്ലാം അമ്മച്ചി കൊടുത്തു. വലിയ അറിവുള്ള അമ്മയൊന്നും അല്ല, സാധാരണ ഒരു വീട്ടാണ്.
അപ്പോൾ അമ്മ പറഞ്ഞു, മോൻ പൊക്കോ, മോൻ പോയി രക്ഷപ്പെടാൻ എന്നൊരു വാക്ക് എൻ്റെ അമ്മ എന്നോട് പറഞ്ഞു. കഴിഞ്ഞ് ഞാൻ പോകാനെല്ലാം റെഡിയായി കഴിഞ്ഞപ്പോൾ അമ്മ പെട്ടെന്ന് ആസ്മയുടെ ഒരു ഇതുണ്ടായിരുന്നു, പെട്ടെന്ന് അമ്മ മരിച്ചു. ഓ, അച്ഛൻ സെമിനാരിയിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ അമ്മ മരിക്കുന്നു. പോകുന്നതിൻ്റെ ഒരു 2 ആഴ്ച മുമ്പ് അമ്മ മരിച്ചു. അതിനു മുമ്പ് തന്നെ പിതാവ് മരിച്ചു. അതിനു മുമ്പ് പിന്നെ അച്ഛന് മരിക്കുന്നത് 80-ലാണ് മരിക്കുന്നത്. ഞാൻ 10ാം ക്ലാസ് 79 10ാം ക്ലാസ് കഴിഞ്ഞ് ഇരിക്കുന്ന സമയത്താണ്. നിങ്ങൾ എത്ര മക്കളാ? ഞങ്ങൾ 5 പേര്. എല്ലാവരും കാർഷിക മേഖലകളിൽ, മക്കളല്ല കാർഷിക മേഖല. അവരുടെ മക്കളൊക്കെ പിന്നെ പഠിച്ച് വേറെ ലെവലിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ സെമിനാരിയിലേക്ക് പോകുന്നതിന് മുമ്പ് അമ്മ മരിച്ചു. അമ്മ അടക്കം ചെയ്തിട്ട് പിന്നെ ഞാൻ പോകുന്നില്ല എന്ന് തീരുമാനിച്ചു. അന്നേരം ഈ അച്ഛനാണ് എന്നെ സ്വാധീനിച്ചത്. പോകണം എനിക്ക്, കാരണം എൻ്റെ പെങ്ങള് തനിച്ചായിരുന്നു, ഇളയ പെങ്ങള്. ബാക്കി എല്ലാവരും വിവാഹം കഴിച്ച് നിൽക്കുന്ന ജ്യേഷ്ഠന്മാർ. അപ്പോൾ എൻ്റെ പെങ്ങളും ഇളയ പെങ്ങളാണ്. ഞങ്ങൾ തമ്മിലുള്ള ആ സ്നേഹബന്ധം, തനിച്ചിട്ട് പോകാനൊരു മടി, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അച്ഛൻ നിർബന്ധിച്ച്, അച്ഛനാണ് എന്നെ വീണ്ടും മനസ്സിലാക്കി പോയത്. അങ്ങനെ അവിടെ മൈനസ് സെമിനാരിയിൽ 3 വർഷം ബത്തേരി സെമിനാരിയിൽ പഠിച്ചു. അതിനുശേഷം അവിടുന്ന് ഫിലോസഫിയും തിയോളജിയും പഠിച്ചത് തിരുവനന്തപുരം മേജർ സെമിനാരിയിലാണ്, 4-5. പിന്നെ അതിനോടൊപ്പം തന്നെ പഠിക്കാവുന്നതൊക്കെ പഠിച്ചു. MA മലയാളം ഞാൻ സെക്കുലറായിട്ട് എടുത്തു. പിന്നെ BA ഫിലോസഫി അവിടെ തന്നെ സെമിനാരി പഠിക്കുമ്പോൾ അത് നിർബന്ധമാണ്, ഏതെങ്കിലും ഒരു ഇതെടുത്തിരിക്കണമെന്നുണ്ട്. അങ്ങനെ കുറച്ച് വിദ്യാഭ്യാസമൊക്കെ കിട്ടി. ഒന്നുമല്ലാതിരുന്ന ഒരവസ്ഥയിൽ നിന്ന് ദൈവം എന്നെ 12 വർഷത്തെ പഠനത്തിന് ശേഷം ഞാൻ 96 ഞാൻ വൈദികനായിട്ട് ആദ്യത്തെ എൻ്റെ അപ്പോയിൻമെൻ്റ് എന്ന് പറയുന്നത് കർണാടകം ബൈന്ദൂർ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത്, കുന്താപുരവും കഴിഞ്ഞ് ഒരു സ്ഥലത്ത് മുതൂരിൽ നിന്നാണ് എന്ന് പറയുന്നത് ഒരു കുടിയേറ്റ മേഖലയാണ്. അവിടെ കൊല്ലൂർ അമ്പലത്തിൻ്റെയൊക്കെ ആ ഭാഗത്തായിട്ട് 4 വർഷം അവിടെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ച് ബത്തേരിക്ക് വന്നു. ബത്തേരിയിൽ ഇന്ന് വീണ്ടും അപ്പോൾ ഈ നമ്മുടെ ഡിവൈൻ ധ്യാന കേന്ദ്രം, അവിടെയാണ് എൻ്റെ ജീവിതത്തിലെ ഒരു വലിയ പരിവർത്തനം നടക്കുന്നത്. ഡിവൈനിലേക്ക് വന്നു. അവിടെ ഞാനൊരു ധ്യാനത്തിന് പോയതാണ്, കോട്ടയം അച്ഛന്മാരുടെ ഒരു ധ്യാനം ഉണ്ടായിരുന്നു, അതിന് പോയതാണ്. അപ്പോൾ അവിടെ നിന്ന് നായിക്കപ്പറമ്പലച്ഛനെ അപ്പൊ അതിനു മുമ്പ് ഒരു കാര്യം കൂടി ചോദിക്കും. അപ്പൊ അതിനും ആ ഒരു കാലഘട്ടം എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് കരിസ്മാറ്റിക്കിന്റെ ഒരു വലിയ സ്വാധീനം വന്ന ഒരു കാലഘട്ടം. അപ്പൊ അതിനു മുമ്പ് അച്ഛൻ അങ്ങനെ ഒരു കരിസ്മാറ്റിക് എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടോ? ഇല്ല. ഈ സെമിനാരി കാലഘട്ടത്തിലൊന്നും അതൊരു ചർച്ചയല്ല, ഒന്നുമല്ല, ഒരു ചർച്ചയും അല്ല. സെമിനാരിയിൽ നമ്മളായിരിക്കുന്ന സമയത്ത് നമുക്ക് വാർഷിക ധ്യാനമുണ്ട്. ആ വാർഷിക ധ്യാനം എന്നൊക്കെ പറഞ്ഞാൽ വളരെ ശാന്തമായി വന്ന് കുറേ നമ്മളുടെ മൈൻഡിനെ ഫോം ചെയ്യുന്ന ഇതായിട്ടാണ് ഇന്നർ ഹീലിംഗ് ആ ലെവലിലാണ് വരുന്നത്. ഈ കരിസ്മാറ്റിക് ധ്യാനം എന്ന് പറയുമ്പോഴത്തേനും അതിലെ വചനത്തിൻ്റെ ആഴമായ ഒരു ഒഴുക്ക് സംഭവിക്കുന്നുണ്ട്. അപ്പോൾ ആ വചനത്തിൻ്റെ ആ ഒഴുക്കിലേക്ക് ചെന്ന് കോട്ടയം ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ നിന്ന് നായിക്കപ്പറമ്പലച്ഛന്, പനക്കലച്ഛന്, പയ്യമ്പള്ളച്ഛന്, അങ്ങനെ കുറേ പ്രസിദ്ധരായ അച്ഛന്മാരുടെ നടുക്കേക്കാണ് ചെല്ലുന്നത്. ഞാൻ അച്ഛനായിരുന്നത് കൊണ്ട് ഇവർക്കും എന്നെ താല്പര്യമായി. ഈ നായിക്കപ്പറമ്പലച്ഛൻ കോഴിക്കോട് കോടഞ്ചേരിക്കാരനാണ്. അപ്പോൾ അതുമായി ഒരു ബന്ധത്തിൽ ഞാൻ കോടഞ്ചേരിയിൽ അവിടെ കുറച്ച് വികാരിയായിട്ടിരുന്ന സമയമുണ്ട്. ആ ഒരു ബന്ധം എനിക്ക് അവിടെ നിൽക്കാനുള്ള ഒരു ഇത് വന്നു. അപ്പോൾ അച്ഛൻ തന്നെ എന്നോട് ചോദിച്ചു, പനക്കലച്ഛൻ എന്നോട് ചോദിച്ചു, ഇവിടെ ഞങ്ങളെ സഹായിക്കാൻ നിൽക്കാം, അച്ഛന്മാരെ ആവശ്യമുണ്ട്, അവർക്ക് കുംഭസാരം നടത്തണം, പ്രസംഗിക്കാൻ കഴിയും, ആയിരക്കണക്കിന് മനുഷ്യർ വരുന്ന. അപ്പോൾ അങ്ങനെ പിതാവിൻ്റെ പെർമിഷൻ, ബത്തേരി രൂപതാ ബിഷപ്പിൻ്റെ പെർമിഷൻ മേടിച്ചു ഞാൻ അവിടെ നിന്നു. 5 വർഷം അവിടെ നിന്നു. അങ്ങനെയാണ് ഞാൻ ഒരു കരിസ്മാറ്റിക് ധ്യാന ഗുരുവായിട്ട് മാറുന്നത്. അതിനൊരു പ്രത്യേക ട്രെയിനിങ് വല്ലതും ഉണ്ടോ, അതോ ഈ നമ്മൾ അതിന്റെ ഭാഗമായി വന്നപ്പോൾ അങ്ങനെ സ്വാഭാവികമായിട്ട് സംഭവിച്ചത്? കാരണം നമ്മൾ ആ വചനത്തിൻ്റെ, അതാണ് ഈ വചനത്തിനുള്ള ഏറ്റവും വലിയ ഒരു കൃപ എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പം പാസ്റ്റർ വചനം പറയുന്ന അനുഭവത്തിലേക്ക് ഞാൻ വന്നു കഴിഞ്ഞാൽ ഞാൻ അതുമായിട്ട് അറിയാതെ അങ്ങ് ലിങ്കായി പോകും. അതാണ് ഈ വചനത്തിന്റെ പ്രത്യേകത. അവിടെ മുഴുവൻ ഈ വചനം ഒഴുകുന്ന ഒരു സ്ഥലമായതുകൊണ്ട് അതിന്റെ നടുക്കാൻ ഞാൻ നിൽക്കും. തന്നെയല്ല, അന്നൊന്നും ഈ മരിയ ഭക്തിയോ മരിയ വണക്കോ ഒന്നും അവിടെ വ്യാപകമല്ല. അവിടെ വചനമാണ്, വചനം മാത്രമാണ് അവിടെ ഏറ്റവും അധികം ശക്തമായിട്ട് ഉയർന്നു വന്ന വചനമാണ്. മറ്റേതെല്ലാം പുറത്തുണ്ട്. ഞാൻ ആയിരുന്ന ചുറ്റുപാടുകളിലെല്ലാം അതുണ്ട്. ഞാൻ ശക്തനായൊരു മരിയ ഭക്തനായിരുന്നു. കയ്യിൽ ഒരു ജപമാല ഉണ്ടാവും,
പോക്കറ്റിൽ ജപമാല ഉണ്ടാവും, കഴുത്തേൽ ജപമാല, ജപമാല മോതിരമാക്കി കയ്യിൽ. അങ്ങനത്തെ അത്ര ശക്തമായൊരു മരിഭക്തനായിരുന്നു ഞാൻ. ഇതെല്ലാം പുറത്തുണ്ട്. പക്ഷേ ഈ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ ഉയരുന്ന ഒരു വചനത്തിൻ്റെ ഇത് പുറമേ ഉള്ളതിനേക്കാൾ ഇവിടെയുണ്ട്. അപ്പോൾ ഈ ആഴമായ വചന പഠനത്തിലേക്ക് വന്നു ഞാൻ ബൈബിൾ വായിക്കാൻ തുടങ്ങി. ഈ അച്ഛന്മാരെയും കന്യാസ്ത്രീമാരെയും ഒക്കെ ധ്യാനിപ്പിക്കണേ, അവരൊക്കെ ഹൈലി എഡ്യൂക്കേറ്റഡ് അല്ലേ. അപ്പം അതിൻ്റെ ഒരു ഭാഷ വേണം. അവർക്ക് അവരുടെ ചിന്തകളെ മറികടക്കുന്ന ചിന്തകൾ എന്നിൽ നിന്ന് എത്തിയേ പറ്റൂ. അപ്പോൾ ഇതെല്ലാം വെച്ചുകൊണ്ട് നമ്മൾ അതിൽ വെച്ച് വചനവുമായി കണക്ട് ചെയ്ത് കയറാൻ തുടങ്ങി. അങ്ങനെ എന്നിലേക്ക് ഈ വചനം അവരിലേക്ക് പോകുന്നതിനേക്കാൾ കൂടുതൽ എന്നിലേക്കാണ് ഈ വചനം ആഴ്ന്നിറങ്ങിയത്. വചനം അന്നേരം പഠിക്കാൻ കുറച്ചും കൂടെ ആഴത്തിൽ പഠിക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞാൽ അത് ഒരു തിയോളജിക്കൽ ഇതല്ല, അല്ലാതെ പ്രാക്ടിക്കലായിട്ട് ഞാൻ വചനത്തെ സ്നേഹിക്കാൻ തുടങ്ങി. ആ വാക്കാണ് എനിക്കിഷ്ടം. ഞാൻ വചനത്തെ സ്നേഹിക്കാൻ തുടങ്ങി. വചനത്തെ സ്നേഹിക്കാൻ തുടങ്ങിയപ്പോൾ വചനം എന്നെ സ്വീകരിച്ചു. അങ്ങനെ ആ ഒരു ചിന്തയാണ്, ഇല്ലെങ്കിൽ ആ ഒരു ഇതാണ് എന്നെ ലൈഫിലേക്കൊന്ന് മാറ്റിയെടുക്കുന്നത്. അത് സ്വഭാവ രൂപീകരണം നടക്കുന്നു. നമ്മളെ ഈ ഭൗതികമായ ഇതിൽ നിന്ന് മാറ്റിയെടുക്കുന്ന മുമ്പേ പാസ്റ്റർ പറഞ്ഞ പോലെ പിന്നെ നമുക്ക് ഒരു അമിതമായ ധനമോഹങ്ങളിലൊന്നും ഇല്ലാതെ വരുന്ന ചിലതിലൂടെയൊക്കെ നമ്മളെ കടത്തിക്കൊണ്ട് പോകുന്നു. ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും വന്നു കഴിഞ്ഞാൽ ഈ വചനത്തിലൂടെ തന്നെ അതിനെ നേരിടാനായിട്ട് പറ്റും. ക്രിസ്തു എന്ന യാഥാർത്ഥ്യത്തിലേക്ക് എത്തും. അതുകൊണ്ടാണ് ഞാനിപ്പോഴും ഈ ക്രിസ്തു എന്നുള്ള ഇത് പറയുന്നത് എൻ്റെ ക്രിസ്തു കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു ജീവിതത്തിലേക്ക് നമ്മളെ നയിക്കും. അതെനിക്ക് ഭയങ്കരമായ ഇതായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ അവിടുന്ന് മാറി പിന്നെ ഈ 5 വർഷം അവിടെ തുടർന്നു. ഈ 5 വർഷത്തിന് ശേഷം അവിടുന്ന് മാറാൻ എന്താ കാരണം? മാറാൻ എന്ന് പറഞ്ഞാൽ രൂപതയിലേക്ക് തിരിച്ചു. രൂപതയില് നമ്മൾ രൂപതാ വൈദികനാണ്. അപ്പൊ രൂപതയ്ക്ക് ആവശ്യമായി വന്നു. എൻ്റെ ഇതിനെ മുഴുവൻ രൂപത കേന്ദ്രീകൃതമായി ചെയ്യാനായിട്ട്. അങ്ങനെ ഞാൻ രൂപതയിൽ പോയി ഒരു പള്ളിയുടെ പിന്നെ ഉത്തരവാദിത്വം എടുത്തു. അവിടെ വികാരിയായിട്ടിരിക്കുമ്പോൾ തന്നെ പുറത്ത് കസ്മാറ്റിക് ധ്യാനവുമായിട്ട് പോകാൻ തുടങ്ങി. അങ്ങനെ പോകുന്ന സമയത്തെല്ലാം ഉള്ളില്, പക്ഷെ എനിക്ക് പെന്തിക്കോസ് എൻ്റെ പരിചിതമായ മേഖലയിൽ പോലും ആരുമില്ല. എൻ്റെ ബന്ധുക്കളിൽ ആരുമില്ല. ഇടയ്ക്ക് ചോദിക്കട്ടെ, ഇപ്പം ഈ കരിസ്മാറ്റിക് അനുഭവത്തിൽ വചനത്തിനൊരു വലിയ പ്രാധാന്യം ഉണ്ടെന്ന് പറയുമ്പോൾ തന്നെ അവിടെ ഈ പെന്തക്കോസ്ത് അനുഭവങ്ങൾ, അതായത് അന്യഭാഷ പോലെയുള്ള പെന്തക്കോസ്ത് അനുഭവങ്ങൾക്കും വലിയ പ്രാധാന്യമുണ്ടല്ലോ. പ്രാധാന്യമുണ്ട്. അതായത് നായിക്കപ്പറമ്പിലൊക്കെ പിന്നെ ഈ നടക്കുമ്പോഴും പോകുമ്പോഴും സംസാരിക്കുമ്പോഴും ഒക്കെ ഈ അന്യഭാഷയിൽ പറയുന്നത് കേട്ടിട്ടുണ്ട്. പക്ഷെ എനിക്കത് മനസ്സിലായിട്ടില്ല. അന്യഭാഷയിൽ പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പം അച്ഛനോട് ഞങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ഒരു ജ്യേഷ്ഠ സഹോദരൻ എന്ന നിലയ്ക്ക് തന്നെ അച്ഛനോട് ഫ്രീ ആയിട്ട് ചോദിച്ചിട്ടുണ്ട്, അച്ഛൻ എന്താണ് ഇങ്ങനെ ഈ വിളിച്ചു പറയുന്നത്. അന്നേരം പറഞ്ഞു, ഇത് എനിക്ക് കിട്ടുന്ന ഒരു ഇന്നർ എന്താ പറയുക, ഇന്നർ ലാംഗ്വേജാണ്, ഒരു ആന്തരിക ശബ്ദമാണ്, ഭാഷയാണെന്നൊക്കെ പറഞ്ഞു. നമുക്ക് അത്ര മനസ്സിലായിട്ടില്ലെന്ന്. പക്ഷെ അച്ഛൻ അതിൻ്റെ ഇത് ഞാൻ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ അവിടെ കസ്മാറ്റിക് ധ്യാനം നടത്തുന്ന പലരും അന്യഭാഷയിൽ സ്തുതിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇതിലേക്കൊക്കെ ഞാൻ വന്നത് ഒരു പെന്തക്കോസ്റ്റിൽ വന്നതിന് ശേഷമാണ്. എനിക്ക് ഇപ്പോഴും ഞാനങ്ങനെ പബ്ലിക്കലി അന്യഭാഷ പറയാം. പക്ഷെ എൻ്റെ പേഴ്സണൽ ഇതിൽ ഞാനിവിടെ നിന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോഴല്ല ഞാൻ അന്യഭാഷയിൽ സ്തുതിക്കാറുണ്ട്. ഒരു കാര്യം കൂടെ, ഈ കരിസ്മാറ്റിക്കിൽ ധ്യാനിപ്പിക്കുക എന്ന് പറയുമ്പോൾ അതിനകത്ത് ഈ അന്യഭാഷ പറയിപ്പിക്കുക എന്നൊരു കാര്യമില്ല. ഇല്ല. അവിടെ വചനം ശുശ്രൂഷിക്കുക, അവരെ ഒരു ഇന്നർ ഹീലിംഗിലേക്ക് നയിക്കുക എന്നുള്ളതാണ്. അതിന് ഒരു പ്രത്യേകമായ ഒരു 5 ദിവസമായിരിക്കും കരിസ്മാറ്റിക് കൺവെൻഷൻ നടത്തുക. തിങ്കൾ ടു വെള്ളി ആയിരിക്കും അത് നടത്തുക. കാരണം ഈ 5 ദിവസം എന്ന് പറയുന്നതിന് 5 ദിവസത്തിന്റെ പ്രത്യേകതയല്ല, സബ്ജക്റ്റുകളായിട്ട് തിരിക്കും. ആദ്യത്തെ ദിവസം ദൈവസ്നേഹത്തെക്കുറിച്ച് പറയും. രണ്ടാമത്തെ ദിവസം ദൈവത്തിന്റെ ക്ഷമയെക്കുറിച്ച് പറയും. അതില് ദൈവകാരുണ്യത്തെക്കുറിച്ച് പറയും. അങ്ങനെ വന്ന് അവസാനം ഈ പാപങ്ങൾ ഏറ്റുപറയുന്ന തലത്തിലേക്ക് മനുഷ്യനെ കൊണ്ടുവന്ന് ആ മനസ്സിനെ ശുദ്ധീകരിച്ച് അതിൽ നിന്ന് ഇവനൊരു ഹീലിങ്ങിലേക്ക് കൊണ്ടുവരുന്ന ഒന്നാണ് കരിസ്മാറ്റിക് ധ്യാനം എന്ന് പറയുന്നത്. അപ്പോൾ അന്നേരം അവിടെ പിന്നെ സബ്ജക്റ്റുകളെല്ലാം ഉണ്ട്. അത് ഈ വചനത്തിനനുസരിച്ചല്ലേ കയറുന്നത്. അപ്പം അതിൽ എല്ലാം ഇങ്ങനെ ചെയ്ത് വന്നപ്പം എനിക്ക് എൻ്റെ ഉള്ളിൽ തോന്നിയത്, നമ്മൾ ചെയ്യുന്ന ചില കാര്യങ്ങളിൽ വിശ്വസ്തത ഉണ്ടായിരിക്കണം. അപ്പം ഞാൻ ചെയ്യുന്ന കാര്യം എനിക്ക് വിശ്വസ്തയോടെ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അത് ചെയ്യരുതെന്നുള്ളതാണ് എൻ്റെ മനസ്സിനെ പഠിപ്പിച്ചിരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ അത് കപടമായി പോകും. അപ്പം ഞാൻ എപ്പോഴും ചിന്തിക്കുന്നൊരു, എൻ്റെ പിന്നെ മുമ്പിൽ ക്രിസ്തു വന്നു നിന്നിട്ട് കപടനാട്യക്കാര നിനക്ക് ദുരിതം എന്ന് പറയുന്നത് ഒന്നിലേക്ക് ഞാൻ വരരുതെന്ന് വിശ്വസിക്കുന്നവരാണ്. അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് ഇതിനോട് സഭ മോശമായതുകൊണ്ടല്ല, കത്തോലിക്കാ സഭയുടെ പ്രവർത്തനങ്ങളോ അവരുടെ വിശ്വാസങ്ങളോ ഒന്നും ഞാൻ തള്ളിക്കളയുന്നില്ല. പക്ഷെ ഇതെൻ്റെ പേഴ്സണലാണ്. എൻ്റെ പേഴ്സണലി ഞാൻ ചിന്തിക്കാൻ തുടങ്ങിയപ്പം
ഇതിലൊക്കെ ഒരു എവിടെയോ എനിക്ക് ഒരർത്ഥം കണ്ടെത്താൻ കഴിയും. തൃപ്തിയാകാത്ത ഒന്ന്. ശരിക്കും ഈ 5 വർഷത്തെ പോട്ടയിലെ അനുഭവം, അതിനുശേഷം അവിടുന്ന് മാറിക്കഴിഞ്ഞ് സ്വന്തമായി കരിസ്മാറ്റിക് ധ്യാനങ്ങൾ സംഘടിപ്പിക്കുന്നു, പല സ്ഥലങ്ങളിൽ പോയി ചെയ്യുന്നു, ഇങ്ങനെയൊക്കെ വന്നു. എവിടെ വെച്ചാണ് ഇതൊരു ഒരു ഒരു മനസ്സിലേക്ക് ഒരു സ്പാർക്ക് ഉണ്ടാകുന്നത്? ഇതിനപ്പുറത്തൊരു ചുവടുണ്ട്, അല്ലെങ്കിൽ ഇതിനപ്പുറത്ത് ചിലതുണ്ട് എന്നൊരു സ്പാർക്ക് ഉണ്ടാകുന്നത്? നമ്മളൊരു കംഫർട്ട് സോണിലാണല്ലോ ഈ ധ്യാനിപ്പിക്കുന്ന ഒരു ഗുരു ആയിരിക്കുമ്പോൾ, ഒരു കംഫർട്ട് സോണിലാണ്. കാരണം ആളുകളുണ്ട്, പള്ളിയുടെ സംവിധാനങ്ങളുണ്ട്, എല്ലാം ഉണ്ടായിരിക്കുന്നു, അവിടെ നമുക്ക് വേദികളുണ്ട്. പിന്നീട് വന്നപ്പോഴാണെങ്കിലും പള്ളിയിൽ ഇടവകയുടെ ചുമതലയുണ്ട്, നമ്മുടെ താല്പര്യപ്രകാരം ധ്യാന മീറ്റിങ്ങുകൾ നടത്താം. അപ്പോൾ അവിടെ എല്ലാം ഒരു കംഫർട്ട് സോണാണ്. ആ കംഫർട്ട് സോണിനെ ബ്രേക്ക് ചെയ്ത് ഇതിനപ്പുറത്ത് എന്തോ ഉണ്ട് എന്നുള്ള ഒരു സ്പാർക്ക് എപ്പോൾ കിട്ടി? എങ്ങനെയാണത് വരുന്നത്? അത് ഈ ഓരോ ധ്യാനവും നടത്തുമ്പോഴും, ഓരോ വചന ശുശ്രൂഷകൾ ചെയ്യുമ്പോഴും എവിടെയോ ഇങ്ങനെ ഒരു ഇത് വരുന്നുണ്ട്. ഇതിനപ്പുറത്താണ് എന്തോ സത്യം. ആ സത്യം എന്താണെന്ന് മനസ്സിലാക്കാൻ വൈകിപ്പോയി എന്നുള്ളതേ ഉള്ളൂ. എന്തോ ഒരു സത്യം ഇതിൻ്റെ അപ്പുറത്തുണ്ട്. ഇതല്ല, ഇതിനപ്പുറത്തൊന്നുണ്ട്. അതൊരു കർട്ടൻ മറച്ച് കിടക്കുന്ന പോലെ ഇങ്ങനെ കിടക്കുകയാണ്. അത് വർഷങ്ങൾ, ഏകദേശം 10 വർഷത്തെ 2000 മുതൽ ഉള്ള എൻ്റെ 10 വർഷത്തെ ഈ ധ്യാന അനുഭവങ്ങളിൽ നിന്നാണ് ഞാൻ ജയ്പൂര് പള്ളി വികാരിയായിട്ട് പോയി. ജയ്പൂര് അത് വലിയൊരു പള്ളിയാണ്. ഇപ്പം പാസ്റ്റർ പറഞ്ഞ പോലെ ഇതുപോലൊരു കംഫർട്ട് സോൺ വേറെ ഇല്ല. നമുക്ക് പണത്തിന് ദാരിദ്ര്യമില്ല, അധികാരത്തിന് അറിയാമല്ലോ, അധികാരമുണ്ട്, ജനമുണ്ട്. പിന്നെ നമുക്ക് ഫുഡ് പോയി ഇരുന്ന് മതി, ഫുഡ് നമ്മുടെ മുമ്പിലെത്തും. ഒന്നിനും നമുക്ക് ഒരാവശ്യമില്ല. അപ്പോൾ ആ കംഫർട്ട് സോണിൽ നിന്ന് പുറത്തേക്ക് വരിക എന്ന് പറയുന്നത് നിസ്സാരമായ ഒന്നല്ല. അതിനേക്കാൾ വലുതൊന്ന് പുറത്തു നിന്ന് നമ്മളെ വലിച്ചെങ്കിലേ നമുക്ക് ഇറങ്ങാൻ പറ്റും. അതാണ് എൻ്റെ ക്രിസ്തു എന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ജയ്പൂർ ഞാൻ വികാരിയായിട്ടിരിക്കുന്ന സമയത്ത് അവിടെയാണ് എൻ്റെ ജീവിതത്തിൻ്റെ ടേണിംഗ് പോയിന്റ്. ഈ സ്പാർക്കിംഗ് ഉണ്ടെങ്കിലും പടരുന്നതാണ് അവിടെ വെച്ചാൽ. ഒരു ദിവസം കുർബാനയും കഴിഞ്ഞ് ഞാനിങ്ങനെ ഇരിക്കുമ്പോൾ, എന്നും കുർബാനയുള്ളതാണ് കത്തോലിക്കാ സഭയിലെ, എല്ലാ ദിവസവും കുർബാനയിലിരിക്കും. അപ്പോൾ വികാരിയാണെങ്കിൽ പള്ളിയിൽ തന്നെ ചൊല്ലണമെന്നുണ്ട്. അപ്പം ഞാൻ രാവിലെ 5 മണിക്ക് എഴുന്നേറ്റു. 5:30 ആകുമ്പോഴത്തേക്കും എല്ലാവരും ജോലിക്കാരാണ്, ഹൈലി എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള മനുഷ്യരും ജോലിക്കാരും ഒക്കെ. അപ്പോൾ അവിടെ സ്കൂളുണ്ട്, അതിൻ്റെ എല്ലാ കാര്യങ്ങളും ഉണ്ട്. രാവിലെ കുർബാനയൊക്കെ കഴിഞ്ഞ് ഞാനിങ്ങനെ, എല്ലാവരും പോയി, ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ എനിക്കൊരു 7-8 മണിയാകുമ്പോഴത്തേനും ഒരു ലേഡി വരും. അവർ വന്ന് ഭക്ഷണം ഉണ്ടാക്കും. അതുവരെ ഞാനിങ്ങനെ ഫ്രീ ആണ്. അപ്പോൾ ഞാൻ കുറേ സമയം ഞാൻ കുർബാന കഴിഞ്ഞിട്ട് പള്ളിക്കകത്ത് അൽത്താരയുടെ മുമ്പിൽ ഇരിക്കും. ഒരു 0 വോൾട്ട് വെട്ടത്തിൽ ഇങ്ങനെ ഇരിക്കും. അതിൻ്റെ ശീലമാണ്. അവിടെ ഇരുന്ന് ഞാനിങ്ങനെ ധ്യാനിക്കും. അപ്പോൾ അവിടെ ഇരുന്ന് വചനം ധ്യാനിക്കും. അതിങ്ങനെ ഓരോന്ന് ധ്യാനിച്ചിടും. ആ സമയത്ത് പെട്ടെന്നാണ് ഒരു ഇങ്ങനെ ഒരാൾ വന്നോന്നോ ചിറക് വെച്ച് മാലാഖ ഇറങ്ങിയെന്നൊന്നും ഞാൻ പറയത്തില്ല. പക്ഷെ എനിക്ക് എൻ്റെ ഇന്നർ മൈൻഡിലൊരു ശബ്ദം ഞാൻ കേൾക്കുകയാണ്, ദിസ് ഈസ് എ റൈറ്റ് ടൈം. പേര് വിളിച്ചിട്ട് തന്നെ പറയാം, തോമസ്, ദിസ് ഈസ് എ റൈറ്റ് ടൈം, യു ഹാവ് ടു ടേക്ക് എ ഡിസിഷൻ. പെട്ടെന്ന് ഞാൻ അങ്ങ് ഞെട്ടി. ആരും എന്നോട് പറയുന്ന പോലെ എനിക്ക് തോന്നി. ആരും ഇല്ല എൻ്റെ അത്, ഞാൻ മാത്രമേ ഉള്ളൂ. അൽത്താരയിൽ ഒരു ക്രൂശിത രൂപമുണ്ട്, അതാണ് അറിയാവുന്നത്. അപ്പോൾ പെട്ടെന്ന് ഞാൻ ഒരു പൊട്ടനെ പോലെ അങ്ങ് പ്രതികരിക്കുകയാണ്. അതിനെ നമ്മൾ തമ്മിൽ സംസാരിക്കുന്ന പോലെ ഞാൻ പ്രതികരിക്കുകയാണ്. പെട്ടെന്ന് ഞാൻ പറഞ്ഞു ഇങ്ങനെയാണ്, ഐ ആം റെഡി ടു ലീവ് മൈ പ്രീസ്റ്റ്ഹുഡ്. എൻ്റെ പൗരോഹിത്യം ഉപേക്ഷിക്കാൻ അത് എന്നോട് പറഞ്ഞിട്ടില്ല. ടേക്ക് എ ഡിസിഷൻ എന്നേ പറഞ്ഞിട്ടുള്ളൂ. ദിസ് ഈസ് റൈറ്റ്, ടേക്ക് എ ഡിസിഷൻ, അത്രേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ ഞാൻ പെട്ടെന്ന് പ്രതികരിക്കുന്നത് ഐ ആം റെഡി ടു ലീവ് മൈ പ്രീസ്റ്റ്ഹുഡ്. ഞാൻ ചെയ്യുന്ന കാര്യമാണ് ഞാൻ വിളിച്ച് പറയുന്നത്. അപ്പം എന്നിട്ട് അടുത്ത ഒരു ചോദ്യം കൂടെ ഞാൻ ചോദിച്ചു, ഞാൻ എങ്ങനെ ജീവിക്കും? എനിക്ക് എന്താ പറയുക, മറ്റൊന്നും അറിയില്ല. പത്രപ്രവർത്തനം മാത്രമേ അറിയൂ എന്ന് പാസ്റ്റർ എന്നോട് പറയുന്ന പോലെയാണ് ഞാനും പറയുന്നത്. എനിക്കിതല്ലാതെ വേറെ ഒന്നും അറിയില്ല. ഇവിടെ നിന്ന് പുറത്തു പോയാൽ ഞാൻ കരിസ്മാറ്റിക് ധ്യാനഗുരുവല്ല. എൻ്റെ കംഫർട്ട് സോൺ മുഴുവൻ പോകും. എനിക്ക് അധികാരമില്ല. ഞാൻ ഒരു തുണിസഞ്ചിയും തൂക്കി നടക്കേണ്ടി വരും. എനിക്ക് ഭക്ഷണം വേണം, ഇതെല്ലാം വേണ്ട. ഞാൻ ഫോം ചെയ്തിരിക്കുന്നത് പോലും അന്ന് എനിക്ക് 45 വയസ്സായി. അപ്പോൾ ഞാൻ പെട്ടെന്ന് ചോദിച്ച ചോദ്യം ഇതാണ്, ഞാൻ എങ്ങനെ ജീവിക്കും? അതുപോലെ ഉത്തരം തിരിച്ചു കിട്ടുകയാണ്, ടേക്ക് യുവർ ബൈബിൾ ആൻഡ് ഓപ്പൺ യുവർ ബൈബിൾ. EOC ബൈബിളാണ് കേട്ടുള്ളത്. ഞാൻ പെട്ടെന്ന് ബൈബിൾ തുറന്നു. ആവേശത്തോടാണ് ബൈബിൾ തുറക്കുന്നത്. അതുപോലൊരു ആവേശത്തോടെ ഇന്ന് വരെ ഞാൻ ബൈബിൾ തുറന്നിട്ടില്ലെന്നാണ് ഞാൻ പറഞ്ഞത്. തുറന്ന് എടുക്കുമ്പോൾ 128 സങ്കീർത്തനം അടുത്തത്.
128 സങ്കീർത്തനം അറിയാമല്ലോ. വായിച്ച് ആദ്യമൊക്കെ അത് വായിക്കുമ്പോൾ എനിക്ക് വലിയ ഫീലിംഗ് തോന്നിയില്ല. അതിൻ്റെ അവസാന ഭാഗത്തേക്ക് വന്നപ്പോൾ ഞാൻ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം അതുപോലെ ഇടാൻ വന്നു. യഹോവ സിയോനിൽ നിന്ന് ഞാൻ അനുഗ്രഹിക്കും, യെരൂശലേമിൻ്റെ നന്മകളെ ആയുഷ്കാലം മുഴുവൻ നീ കാണും, മക്കളുടെ മക്കളെയും കാണും, ഇസ്രായേൽ സമാധാനം വാഴും. ഇതെൻ്റെ അകത്തേക്ക്, സത്യം പറഞ്ഞാൽ അത് പറഞ്ഞാൽ പാസ്റ്റർക്ക് മനസ്സിലാവുക, ഇതെൻ്റെ അകത്തേക്ക് അങ്ങ് കയറുകയില്ല. ഇത് കിടന്ന് മുഴങ്ങുക ഉള്ളിൽ. പെട്ടെന്ന് ഞാൻ ഓൺ ദ സ്പോട്ട് ഞാൻ തീരുമാനമെടുത്തു, പ്രീസ്റ്റ് വിട്ട് വിടുകയാണ്. അങ്ങനെ വളരെ ഡ്രമാറ്റിക് ആയിട്ടുള്ള ഒരു മാറ്റമാണ്. അത് നമ്മൾ മുന്നേ തീരുമാനിച്ചതല്ല, അല്ല. ആരുമായിട്ടെങ്കിലും ഞാൻ സംസാരിച്ചിട്ടില്ല. ആരും അങ്ങനെ നിർബന്ധിച്ചിട്ടോ അല്ലെങ്കിൽ പറഞ്ഞിട്ടോ ഒന്നുമല്ല. ഇപ്പൊ പാസ്റ്ററെ ഞാൻ കണ്ടുമുട്ടുന്നു, പാസ്റ്റർ എന്നോട് കുറെ കാര്യങ്ങൾ പറയുന്നു. അപ്പം പാസ്റ്റർ ഒരു റീസണായിട്ട് എനിക്ക് പറയാം. അങ്ങനെ ഒന്നുമില്ല. എൻ്റെ ജീവിതത്തിൽ ഒരു പാസ്റ്ററെ എനിക്ക് പരിചയമില്ല. ഒരു പെന്തക്കോസ്തം എന്താണെന്ന് എനിക്കറിയില്ല. ഒരു പെന്തക്കോസ്ത് ചർച്ചിലൊന്നും പോയിട്ടില്ല. ജീവിതത്തിൽ ഞാൻ പോയിട്ടില്ല ആ സമയം വരെ. അപ്പൊ ഞാൻ അതിനെതിരുമായിരുന്നു. ശക്തനായൊരു ഇതിൽ എൻ്റെ ഭാഷകളെ ഞാൻ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിട്ടുള്ളത് പെന്തക്കോസ്തത്തെ എതിർക്കാനാണ് ഉപയോഗിച്ചിട്ടുള്ളത്. പക്ഷെ പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് വരുന്നു ഈ ഒരു പെന്തക്കോസ്ത് ഇതിലേക്ക് മാറാം എന്ന് പറയുന്നത്. എന്തുകൊണ്ട് ചിന്തിച്ചു എന്ന് എന്നോട് ചോദിക്കുന്നത് എനിക്കറിയില്ല. പെട്ടെന്ന് ഞാനിങ്ങനെ ചിന്തിച്ചത് എങ്ങോട്ട് പോകും, ആരെയും ഒന്ന് കൺസൾട്ട് ചെയ്യും, എൻ്റെ തീരുമാനത്തെ ഒന്ന് ഉറപ്പിക്കാൻ, ഇല്ല ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിക്കാൻ എനിക്കൊരാളില്ലല്ലോ. അടുത്ത സ്റ്റെപ്പ് എങ്ങോട്ട് വെക്കണം എന്നറിയത്തില്ല. ശൂന്യതയിലേക്ക് കാല് വെക്കുന്ന ഒരു അനുഭവമാണ് അവിടെ. കൈ പൈസ ഇല്ല, ഒന്നുമില്ല. പള്ളിയുടെ കാര്യങ്ങളും ഇതെല്ലാം അവിടെ പണമുണ്ട്. ആ പണം എൻ്റേതല്ല. അതെനിക്ക് അവകാശപ്പെട്ട. നമ്മളത് വിടുമ്പോൾ പിന്നെ എല്ലാം വിടുക. കുറച്ച് പുസ്തകക്കെട്ടുകളും ആയിട്ട് ഞാൻ ഇറങ്ങേണ്ടി വരും. വീട്ടിലേക്ക് ചെന്നാൽ എനിക്കറിയാം ചവിട്ടി പുറത്താക്കുമെന്നും എനിക്കറിയാം. കാരണം അവരൊരിക്കലും അവിടെ ആരും ഇല്ലല്ലോ. കാരണം അമ്മയില്ല, അച്ചാച്ചനില്ല. അപ്പൊ അവിടേക്ക് ഞാൻ കടന്നു ചെല്ലുമ്പം ജ്യേഷ്ഠന്മാരുടെ ആ സ്വാതന്ത്ര്യത്തിലേക്കോ ഇല്ലെങ്കിൽ ആ പരിമിതിയിലേക്കോ ഞാൻ ചെന്ന് കയറുമ്പോൾ അവർക്ക് ഇഷ്ടമല്ല. അത് എല്ലായിടത്തും സ്വാഭാവികമായ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക്, എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടുള്ള മനുഷ്യനോ ഒന്നുമല്ല KP യോഹന്നാൻ എന്ന് പറയുന്നത് മരിച്ചുപോയ ബിഷപ്പ്. പെട്ടെന്ന് അദ്ദേഹം ബിഷപ്പാണെന്ന് എനിക്കും അറിയത്തില്ല. എനിക്ക് അദ്ദേഹം ഒരു സുവിശേഷകൻ എന്നുള്ള അർത്ഥത്തിലാണ് റേഡിയോയിലും ടിവിയിലും ഒക്കെ കണ്ടിട്ടുള്ള. പെട്ടെന്ന് ഞാനിങ്ങനെ എങ്ങനെ അവരുടെ നമ്പർ ഒന്ന് കിട്ടും, ഒന്ന് കോൺടാക്ട് ചെയ്തിട്ട് ഒന്ന് കൺസൾട്ട് ചെയ്യാനായിട്ട്. അന്നേരം ഈ കോഴഞ്ചേരിയിലെ എൻ്റെ അമ്മ വീട് കോഴഞ്ചേരിയാണ്. അപ്പോൾ അവിടുന്ന് എൻ്റെ അമ്മയുടെ ആങ്ങളയുടെ മകള് പ്രസവ സംബന്ധമായിട്ട് ഹോസ്പിറ്റലിലായിരുന്നു, സിസേറിനായിരുന്നു. അപ്പോൾ അച്ചാച്ച പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞ് എന്നെ വിളിച്ചാൽ ഞാൻ പെട്ടെന്ന്, അതൊക്കെ ഓട്ടോമാറ്റിക്കായി നടക്കുന്ന, പെട്ടെന്ന് ഞാൻ ഈ നമ്പർ എടുത്തിട്ട് അവളെ വിളിച്ചു. അവളെ വീട്ടിൽ വന്നു. എങ്ങനെ ഉണ്ടടി എന്ന് ചോദിച്ചാൽ നമ്മൾ സുഖമായിട്ടിരിക്കുന്ന അച്ചാച്ച എന്ന് പറഞ്ഞു. ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് മോളെ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ചോദിച്ചു, മോളെ എന്തോട് വായിച്ചു? അങ്ങനെ ആത്മീയയാത്ര വായിച്ചുകൊണ്ട് കിടക്കുകയാണ്. ഒരു മാഗസിൻ ഉണ്ട് ആത്മീയയാത്ര എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു നീ വായിച്ച് വളരെടി എന്നൊക്കെ പറഞ്ഞു നമ്മുടേതായ തമാശകളും പറഞ്ഞ് ഞാൻ വിളിച്ചു. പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് വന്നു അതിൻ്റെ അകത്ത് നമ്പർ കാണുമല്ലോ. ഞാൻ ഇവളെ വിളിച്ചു പറഞ്ഞു, മോളെ അതിൻ്റെ അകത്തൊരു നമ്പറുണ്ട്, അതെനിക്കൊന്ന് അയച്ചു തരാമെന്ന്. അവൾ പെട്ടെന്ന് അയച്ചു തന്നു. ഞാൻ അതിലേക്ക് ആ നമ്പറിലേക്ക് വിളിച്ചു. തോട്ടഭാഗം അവരുടെ ഓഫീസിലേക്കൊക്കെ കിട്ടുന്നത്. അപ്പം ഞാൻ പറഞ്ഞു ഇതുപോലെ ജയ്പൂരിൽ നിന്ന് കാത്തലിക് പ്രീസ്റ്റ്, എനിക്കൊരു കൺസൾട്ടേഷന് വേണ്ടി ഞാൻ വിളിച്ചതാണ് KP യോഹന്നാൻ. അപ്പോൾ ഈ KP യോഹന്നാൻ ആരാന്ന് എനിക്കറിയത്തില്ലോ. ഞാൻ പറഞ്ഞു KP യോഹന്നാൻ ബ്രദറുമായിട്ട് എനിക്കൊന്ന് സംസാരിക്കാൻ പറ്റുമോ? അന്നേരം പറഞ്ഞു കണക്ട് ചെയ്യാമെന്ന് പറഞ്ഞു. അദ്ദേഹം ഇവിടെ ഇല്ല എന്നൊക്കെ പറഞ്ഞു. അവർ കുറച്ച് ഒഴിവുകൾ പറഞ്ഞു, അറിയാമല്ലോ. അപ്പോൾ ഞാൻ എന്നിട്ട് പിന്നെ ഫോൺ താത്ത് വെച്ച് അപ്പോൾ തിരിച്ചു വിളിച്ചിട്ട് പറഞ്ഞു ഇവിടെ ഉണ്ട്, കണക്ട് ചെയ്തു, പിന്നെ നിങ്ങൾ സംസാരിച്ചോളാൻ പറഞ്ഞു. ഞാൻ പെട്ടെന്ന് സംസാരിച്ചു. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു ഞാൻ ഇത് പറഞ്ഞ അച്ഛനാണ് എനിക്ക്. അപ്പോൾ ആ അച്ഛന്മാരെ അവരെ എടുക്കുന്ന ഒരു സമയം, അവരിങ്ങനെ ഈ ട്രാൻസ്ഫോർമേഷൻ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം. അപ്പോൾ അവർക്ക് ആവശ്യമുണ്ട്. അപ്പോൾ എന്നോട് പറഞ്ഞു ഇനി വാ. ഞാൻ അന്നേരം തന്നെ അവിടുന്ന് പിന്നെ ഫ്ലൈറ്റ്, അപ്പോൾ അവിടെ ഇതിനുള്ള എല്ലാ സജ്ജീകരണങ്ങളുണ്ട്, ആൾക്കാരുണ്ട്. പെട്ടെന്ന് ഞാനൊരു എൻ്റെ ഒരു ഇടവകയിൽപ്പെട്ട ഒരാളോട് ഞാൻ വിളിച്ചു പറഞ്ഞു എനിക്ക് പെട്ടെന്ന് ഫ്ലൈറ്റ് ഒന്ന് ചാർട്ട് ചെയ്ത് തരാമെന്ന് ചോദിച്ചു. അപ്പം ജയ്പൂരിൽ തന്നെ ഫ്ലൈറ്റ് ഉണ്ട്, നെടുമ്പാശ്ശേരിക്ക് കിട്ടി. ഞാൻ വന്നു. ഇവരെന്നെ അവിടെ വന്ന് കൂട്ടിക്കൊണ്ട് വന്നു. KP യോഹന്നാൻ ബിഷപ്പുമായിട്ട് സംസാരിച്ചു. അന്നേരം ഞാൻ അറിയുന്നത് ഇദ്ദേഹം ബിഷപ്പാണെന്ന് അറിയുന്നു. ഞങ്ങൾ സംസാരിച്ച് കഴിഞ്ഞിട്ട് അഡ്മിറ്റ് ചെയ്തു. ഓക്കെ പോരാൻ പറഞ്ഞു. അന്നേരം തന്നെ എന്നെ കൊണ്ടുവിട്ടു. ഞാൻ തിരിച്ച് രാവിലെ കുർബാനയ്ക്ക് ഞാൻ പള്ളിയിലെത്തി. അപ്പോൾ ഞാൻ എങ്ങോട്ടും പോയിട്ടില്ല. പെട്ടെന്ന് ഞാൻ കമ്മിറ്റി വിളിച്ചു. കമ്മിറ്റിക്കാരോട് പറഞ്ഞു പണമെല്ലാം എണ്ണി റെഡിയാക്കാൻ പറഞ്ഞു. ഞാൻ 1 വർഷത്തേക്ക് ലീവ് എടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ പറയാൻ പറ്റും. അപ്പോൾ 15 വർഷമായാൽ നമുക്കൊരു വർഷത്തേക്ക് ലീവ് എടുക്കാം. ലീവ് എടുത്ത് എവിടെ വേണമെങ്കിലും പോകാം.
അപ്പോൾ അത് പിന്നെ ശാബത്ത് പോകാം. അപ്പോൾ അങ്ങനെ അതിൻ്റെ എമൗണ്ട് മുഴുവനും അവർ തന്നെയാണ് മുടക്കുന്നത്. നമുക്ക് റൂമിൽ പോകണമെന്ന് പറഞ്ഞാൽ അമേരിക്കയിൽ പോകണമെന്നൊക്കെ പോകാം. അപ്പോൾ അങ്ങനെ ഇത് ഇവർക്കറിയാം. ഞാനങ്ങനെ പറഞ്ഞു, എല്ലാം എണ്ണി അവരുടെ പണം അവർക്ക് കൊടുത്തു. എൻ്റെ ഒരു മാസത്തെ ഒരു 30,000 രൂപ, 2 മാസത്തെ 30,000, 15,000 രൂപ വെച്ചാൽ കിട്ടും. നമുക്കൊരു സ്റ്റൈപ്പൻഡ് പോലെ കിട്ടും, ബാക്കിയൊന്നും ആവശ്യമില്ലല്ലോ. അതും വെച്ചുകൊണ്ട് ഞാൻ അവിടുന്ന് ഇറങ്ങി നേരെ വീട്ടിലേക്ക് ചെല്ലുന്നത്. അല്ലാതെ വേറെ പോകാൻ നമുക്ക് കഴിയില്ല. അവിടേക്ക് ചെല്ലണമെങ്കിൽ അവർ ഡേറ്റ് പറഞ്ഞിട്ടുണ്ട്, അതെങ്ങനെ പോകാൻ പറ്റും. വീട്ടിൽ ഞാൻ ചെന്ന് കഴിഞ്ഞാൽ എല്ലാവരും വരും, എൻ്റെ സഹോദരിമാരും അവരെല്ലാവരും ഒന്നിച്ച് പോകും. അവരെല്ലാവരും ഒന്നിച്ച് വന്നു. ഞങ്ങളിങ്ങനെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ഇനി തിരിച്ചു പോകുന്നില്ല, കത്തോലിക്കാസുണ്ട് പൗരോഹിത്യം വരിക എനിക്ക് താല്പര്യമില്ല. പിന്നെ അറിയാമല്ലോ സാഹചര്യം എന്താണെന്ന് അറിയാം. അവരെല്ലാം അങ്ങ് എതിരായി. അപ്പോൾ എനിക്ക് അന്നേരം തന്നെ ഇറങ്ങേണ്ടി വന്നു. ഞാൻ സന്തോഷത്തോടെ ഞാൻ അവിടെ നിന്ന് പോകും. അവരവിടെ എനിക്ക് പരിഭവങ്ങളൊന്നുമില്ല. സ്വാഭാവികമായ കാര്യങ്ങളിൽ പിന്നെ നമുക്ക് പരിഭവിച്ചിട്ട് കാര്യമില്ല. KP മോഹൻ എൻ്റെ അടുത്ത് വന്നു. ഇദ്ദേഹം എന്നെ നല്ല രീതിയിൽ സ്വീകരിച്ചു കേട്ടോ, ഇല്ലയെന്നും പറഞ്ഞു. കേരളത്തിൻ്റെ ഇൻചാർജായിരുന്നു. പിന്നെ ആത്മീയാത്ര ചാനലിൽ എനിക്ക് അദ്ദേഹം ഒരു ഇത് തന്നു. ഒരു 5 മാസത്തോളം ഞാൻ അതിൻ്റെ MD ആയിട്ട്, പിന്നെ അങ്ങനെ എല്ലാം തോട്ടഭാഗം പള്ളിയുടെ വികാരിയായിട്ട്. പിന്നീടാണ് ഞാൻ അറിയുന്നത് ഈ അച്ഛനായിട്ട് തന്നെ തുടരേണ്ടി വരുന്നു എന്ന്. അതിലെനിക്ക് താല്പര്യം തോന്നിയില്ല. വിട്ടു, അല്ലാതെ അവർ മോശമായിട്ടൊന്നും അല്ല, എനിക്കതിന് താല്പര്യം തോന്നിയില്ല. അന്നേരം അദ്ദേഹം തന്നെയാണ് പൗരോഹിത്യത്തിൽ തുടരണമെന്നുള്ള ഒരു താല്പര്യമില്ല. കാരണം അത് പൗരോഹിത്യത്തിൽ തുടരാനാണെങ്കിൽ കത്തോലിക്ക സഭയുടെ ഒരു അച്ഛൻ ആയിരിക്കുന്നത് പോലെയുള്ള ഇതൊന്നും വേറെ ഒന്നുമില്ല. കുറേ പിന്നെ ഇതില്ല. നമുക്ക് ഏറ്റവും നല്ല സേഫ് സോണിലാണല്ലോ ആയിരുന്നത്. പിന്നെ അപ്പോൾ അദ്ദേഹം തന്നെയാണ്, ഞാൻ വിവാഹം കഴിക്കുന്നില്ലെന്ന് അദ്ദേഹത്തോട് പറഞ്ഞു. അപ്പോൾ എൻ്റെ ഏജ് വേറെ, ഫോം ചെയ്തിരിക്കുന്ന ഇത് കുടുംബത്തിൻ്റേതല്ല, ഒരു പിന്നെ സെലിബസി കീപ്പ് ചെയ്തുകൊണ്ട് പോകുന്ന ഒന്നാണ്. അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ വിവാഹത്തെക്കുറിച്ചുള്ള സ്വപ്നങ്ങൾ പോലും മനസ്സിലായി. അല്ല, സാധാരണഗതിയിൽ അച്ഛന്മാര് പൗരോഹിത്യം ഉപേക്ഷിച്ച് പോരുന്നു എന്ന് കേൾക്കുമ്പോൾ പൊതുവിലുണ്ടാകുന്ന ഒരു ചിന്ത, അവര് ബ്രഹ്മചര്യം ഉപേക്ഷിച്ച് പിന്നെ വിവാഹം കഴിക്കാൻ വേണ്ടി പട്ടത്വം ഉപേക്ഷിക്കുന്നു എന്നുള്ള ഒരു പൊതു ധാരണയുണ്ട്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു ചിന്തയില്ല. ഞാൻ അദ്ദേഹത്തോട് വന്ന് പറഞ്ഞത്, ഞാൻ വിവാഹം കഴിക്കുന്നില്ല. കാരണം വിവാഹം കഴിക്കാനുള്ള എൻ്റെ ഒന്ന് ഏജ് കഴിഞ്ഞു, എൻ്റെ ഞാൻ മൈൻഡ് ഫോം ചെയ്തിരിക്കുന്നത് സിംഗിൾ ലൈഫിനെയാണ് എന്ന് പറഞ്ഞു. അദ്ദേഹം നമുക്ക് ആലോചിക്കാം. ഒരു മാസം അദ്ദേഹം എന്നെ ഇങ്ങനെ ഒബ്സർവ് ചെയ്ത് എന്നെ കൊണ്ടു നടന്നു. കൂടെ തന്നെ എപ്പോഴും വിളിച്ച് സംസാരിച്ചിട്ട് പറഞ്ഞു, പിന്നെ അച്ഛാ വിവാഹം കഴിക്കണം, ഞാനും വിവാഹം കഴിച്ചാണ്, എല്ലാവരും വിവാഹം കഴിച്ചത്. വിവാഹം കഴിക്കാതെ നമുക്കൊരു വീട്ടിലേക്ക് കയറി ചെല്ലാൻ പറ്റില്ല, പഴി കേൾക്കേണ്ടി വരും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. അദ്ദേഹം തന്നെയാണ് സോണിയെ, എൻ്റെ വൈഫ് സോണിയെ ആലോചിച്ചതും. സോണി അദ്ദേഹത്തിന് നല്ല പരിചയമാണ്. കാരണം 16 വയസ്സുള്ളപ്പോൾ മുതൽ അവരുടെ കൂടാണ് സോണി ഇത് ചെയ്തത്. അവിടെ തന്നെ പഠിച്ചു, അവിടെ തന്നെ ഇത് ചെയ്തു. GFI പഠിച്ചത്. GFI സെമിനാരിയിലായിരുന്നു. സോണിയുടെ വീട് എവിടെ? സോണിയുടെ വീട് കൊല്ലമാണ്. ഈ പിന്നെ ന്യൂ ഇന്ത്യ ബൈബിൾ കോളേജിൽ പഠിച്ചു കഴിഞ്ഞിട്ട് KP യോഹന്നാൻ ബിഷപ്പിൻ്റെ ആ സെമിനാരിയിൽ പിന്നെ കുറച്ചുകൂടെ പഠിച്ചു. അവിടെ തന്നെ പിന്നെ ജോലി ചെയ്യാൻ. അപ്പോൾ ഇവർക്ക് നല്ലപോലെ അറിയാം സോണി. അങ്ങനെ സോണിയെ ആലോചിച്ചതും വിവാഹം നടത്തിയതും എല്ലാം അവിടെ തന്നെയാണ്. അവരുടെ താലി കെട്ടിയ ആദ്യത്തെ കല്യാണം ഞങ്ങളുടെ. അതായത് ബിലീവേഴ്സ് ചർച്ച് എന്നുള്ള നിലയിൽ ആ ചർച്ച് ഒരു പൗരോഹിത്യത്തിലേക്കൊക്കെ വന്നു കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ വിവാഹം പിന്നെ ആ ലെവലിൽ തന്നെ, അതായത് ഒരു സഭ ഇല്ലേ, കത്തോലിക്ക സഭ, ഓർത്തഡോക്സ് സഭ പോലെയുള്ള തലത്തിൽ താലി കെട്ടിയ KP യോഹന്നാനാണോ വിവാഹം നടത്തുന്നത്? KP യോഹന്നാനാണ് വിവാഹം നടത്തിയത്. അദ്ദേഹം ഒരു ബിഷപ്പായിട്ട് ആദ്യം നടത്തുന്ന വിവാഹമാണ്. അതിനു മുമ്പ് വിവാഹം നടത്തിയിട്ടുണ്ടാവാം, പക്ഷേ ആ താലി കെട്ടിയിട്ടുള്ള വിവാഹം ഞങ്ങളുടേതാണ്. അതിൻ്റെ താലിമാലയൊക്കെ വാഴ്ത്തി എടുക്കുന്ന രീതിയുണ്ട്. അതിന് KP യോഹന്നാന്റെ വിവാഹ ശുശ്രൂഷകൾ നമ്മൾ ഈ യൂട്യൂബിലൊക്കെ ഉണ്ട്. അത് വളരെ ബുദ്ധിമുട്ടിയാണ് പുള്ളി അതെല്ലാം. കാരണം അത് ആ ശൈലിയിലല്ലല്ലോ അവർ വളർന്നു വന്നിരിക്കുന്നത്. ഒരു പെന്തക്കോസ്റ്റ് ശൈലിയിൽ വളർന്നു വന്ന് അതിൽ നിന്ന് ഡൈവേർട്ട് ചെയ്തിട്ടുള്ള ഇതായതുകൊണ്ട് ഇത് അങ്ങനെ പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഞാൻ തുറന്ന് പറയുക, പഠിച്ചെടുക്കാൻ പറ്റുന്ന കാര്യമില്ല. സെമിനാരിയിൽ, മൈനർ സെമിനാരി കുഞ്ഞു പ്രായം മുതലേ ഇത് നടത്തുന്ന അച്ഛന്മാരുടെ കൂടെ നിന്ന് പഠിച്ച് നമ്മളൊരു വിവാഹം നടത്തുന്നത് എങ്ങനെയെന്ന് നമ്മളെ പ്രാക്ടീസ് ചെയ്യിപ്പിച്ച് സെമിനാരിയിൽ നിന്ന് ഇറങ്ങുമ്പം കുർബാന ചൊല്ലിപ്പിച്ച്
എല്ലാം ബിഷപ്പിന്റെ മുമ്പിൽ ഈ കുർബാന ചൊല്ലി കേൾപ്പിച്ചിട്ട് ബിഷപ്പ് അംഗീകാരം തന്നെങ്കിലേ പിറ്റേ ദിവസം പട്ടം കിട്ടത്തുള്ളൂ. അത്രയ്ക്കും സ്ട്രിക്റ്റിലാണ് ഇത് ഫോം ചെയ്ത് വരുന്നത്. അപ്പം അങ്ങനെയുള്ള ഇതിൽ നിന്ന് പിന്നെ ഞങ്ങളവിടെ സോണിയെ എനിക്ക് പിന്നെ കിട്ടിയത് എന്നേക്കാൾ വിശ്വാസമാണ് സോണിക്ക്. എന്നെക്കാട്ടിലും ചങ്കുറപ്പോടെ ജീവിതത്തെ നേരിടാനുള്ള വചനത്തിൻ്റെ ബോധ്യമുള്ളതാണ് സോണി. അതെൻ്റെ വിജയമാണ് സത്യം പറഞ്ഞത്. അങ്ങനെ അവിടുന്ന് സോണി പിന്നെ പ്രാർത്ഥിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ തുടരാനല്ല, നമുക്കൊരു സുവിശേഷ വഴിയാണ് ഉള്ളതെന്ന് എന്നോട് പറഞ്ഞു. 3 വർഷം ഞാനവിടെ നിന്ന് 3.5 വർഷം ഞങ്ങൾ അവിടെ നിന്ന് കുഞ്ഞുണ്ടായി. അത് കഴിഞ്ഞ് ആ കൈക്കുഞ്ഞിനെയും കൊണ്ട് അവിടുന്ന് ഇറങ്ങാണ്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ പരിചയം. ഓക്കെ. ഈ അവിടുന്ന് ബിലീവേഴ്സ് കത്തോലിക്ക സഭയുടെ ഒരു നല്ല പള്ളിയിൽ നിന്ന് പൗരത്വ പട്ടത്വം ഉപേക്ഷിച്ച് ഇറങ്ങുന്നു. ഓൾ ഓഫ് എ സഡൻ സംഭവിക്കുന്നു. പെട്ടെന്ന് ബിലീവേഴ്സ് ചർച്ചുമായി ബന്ധപ്പെടുന്നു. അവിടെ ഒരു നല്ല പൊസിഷനിലേക്ക് വരുന്നു. അംഗീകാരം ലഭിക്കുന്നു. പണമുണ്ട്. സാഹചര്യങ്ങളെല്ലാം അനുകൂലമാണ്. വീണ്ടും അത് ബ്രേക്ക് ചെയ്ത് ഇറങ്ങുക എന്ന് പറയുന്നത് പിന്നെയും ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോഴത്തേനും കുഞ്ഞായി എങ്ങനെ ജീവിക്കുമെന്ന് അറിയത്തില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിലല്ലേ പുറത്തോട്ടിറങ്ങുന്നത്? അതെ, അവിടെ ഞാൻ എൻ്റെ മനസ്സിനെ നയിക്കുന്ന ഒന്ന്, ഈ ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞില്ലേ, ക്രിസ്തു എന്നുള്ള ഒരു യാഥാർത്ഥ്യത്തെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ പ്രതിസന്ധികളോ പ്രശ്നങ്ങളോ ഒന്നും നമ്മൾ നോക്കില്ല. എന്ത് എന്താ പറയുക, നമ്മുടെ ഇന്നർ മൈൻഡിൽ സംസാരിക്കുന്ന ഒരു ക്രിസ്തുവുണ്ട്, ഒരു പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിയുണ്ട്. അതിനെ ഒബേ ചെയ്ത് മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഇത്രയും വർഷത്തെ പരിചയം നമ്മൾ തമ്മിലുള്ളതുകൊണ്ട് പാസ്റ്റർക്കറിയാം, എനിക്കൊരു അംഗീകാരമൊന്നും ഞാൻ വില കൊടുക്കുന്ന ആളല്ല. ഒരാൾ അല്ലെങ്കിൽ ഒരു വലിയ സ്ഥാനം കിട്ടിയെന്നുള്ളത് കൊണ്ട് ഞാൻ സംതൃപ്തനുമല്ല. അതിൽ വലിയ കഥയൊന്നുമില്ല. പിന്നെ പണം കൈകാര്യം ചെയ്ത് നമ്മൾ കത്തോലിക്ക സഭയിലൊക്കെ ആയിരിക്കും കൈകാര്യം ചെയ്ത് മടുത്തിട്ടുള്ള കാര്യം. അത് നമ്മുടേതല്ലാത്തത് നമുക്ക് കേട്ടോ. നമ്മൾ പിന്നെ പാസ്റ്റർ എപ്പോഴും പറയുന്ന പോലെ എനിക്ക് ജീവിക്കാനുള്ളത്, സംതൃപ്തിയോടെ ജീവിക്കാനുള്ളത്. അപ്പോൾ ഇത് ക്രിസ്തുവിന് വേണ്ടി നമ്മൾ ഇത്രയും വലിയ കാര്യങ്ങൾ ത്യാഗം ചെയ്തു എന്നൊന്നും പറയുന്നതിൽ അർത്ഥമൊന്നുമില്ല. അതൊന്നും ത്യാഗമൊന്നുമല്ല. ക്രിസ്തുവിനെ അങ്ങ് സ്നേഹിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ, ഇപ്പോൾ എൻ്റെ കുഞ്ഞ് ഒന്ന് വീഴുന്നു, ഞാൻ ഓടിച്ചെന്ന് പിന്നെ അവനെ എടുക്കുന്നു. അതൊരു ത്യാഗമല്ല, ഒരു അപ്പൻ്റെ സ്നേഹമല്ല. അത്രേ ഞാൻ കണക്കാക്കുന്നുണ്ട്. അതുകൊണ്ട് അത് പാസ്റ്റർ പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. മുന്നോട്ടുള്ള ജീവിതത്തിൽ സത്യം പറഞ്ഞാൽ ഒന്നും ഇല്ലായിരുന്നു. അങ്ങനെയാണ് വന്ന് ഒരു ഉമ്പനാട് അടുത്ത് ഒരു വാടക വീട് എടുക്കുന്നു. 1500 രൂപ വാടക കൊടുത്ത് വാടക വീട്ടിൽ താമസം ആരംഭിക്കുന്നു. അവിടെ നിന്നാണ് പിന്നെ ജോർജ് അച്ഛനെ പരിചയപ്പെടുന്നു. ജോർജ് അച്ഛനെ നമ്മുടെ ചർച്ചിലേക്ക്, അതായത് രാജുപോക്കാന പാസ്റ്ററെ പരിചയപ്പെടുത്തി അവിടെ പോകുന്നു. അവിടെ നിന്ന് സത്യം പറഞ്ഞാൽ ഞാനിപ്പം ഇതിൽ ഇടയ്ക്ക് പറയുന്ന ഒരു കാര്യമാണെങ്കിലും ചിലരെ ദൈവം എനിക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ട്. അതിലൊരാളാണ് സാംകുട്ടി പാസ്റ്റർ. ഞാൻ എപ്പോഴും സോനയോട് പറയും, ഒരു പരിചയവും നമ്മൾ തമ്മിലില്ല. ആ ചർച്ചിൽ വന്നിരുന്ന ഒരു ആരാധനയ്ക്ക് ഇടയ്ക്ക് എന്നോട് ചോദിക്കുന്നു, എൻ്റെ കയ്യിൽ അമേരിക്കയ്ക്ക് പോകാനുള്ള കത്തോലിക്ക സഭയിലായിരിക്കും അമേരിക്കയ്ക്ക് പോകാനുള്ള വിസ കിടപ്പുണ്ട്. അത് ഞാൻ എടുത്തിട്ടേ ഇല്ല. കാരണം ഒരു പ്രാവശ്യം പോയി പിന്നെ ഞാൻ എടുത്തില്ല. അത് ബാക്കി എവിടെയോ കിടപ്പുണ്ടായിരുന്നു, അതിൻ്റെ ബാലൻസ് കിടപ്പുണ്ടായിരുന്നു. അന്നേരമാണ് പാസ്റ്ററിനോട് ചോദിച്ച് പിന്നെ അമേരിക്കയ്ക്ക് പോകാനുള്ള ഒരു ലെറ്റർ ശരിയാക്കി തരാമെന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ ജീവിതം ഒന്ന് അടുത്ത ഘട്ടത്തിലേക്കൊന്ന് മാറുകയായി. സത്യം ഞാൻ തുറന്ന് പറയുന്നതാണ്. കാരണം അല്ല എങ്കിൽ ഞാൻ ഇവിടെയൊക്കെ ഇങ്ങനെ പോയി എന്തെങ്കിലുമൊക്കെ ഇതായിട്ട് പോകുന്നുണ്ട്. ഞാൻ ചിന്തിക്കത്ത പോലുമില്ല. കാരണം എനിക്ക് റിസോഴ്സ് ഇല്ല അമേരിക്കയിൽ പോകാൻ. ഒരു പാസ്റ്ററെ പരിചയമില്ല, ഒരു ചർച്ച പരിചയമില്ല. എൻ്റെ കോഴ്സിസം എൻ്റെ മനസ്സിൽ കയറി വരുന്നതേ ഉള്ളൂ. എന്താണെന്ന് എനിക്കറിയില്ല. ആ ശൈലിയിൽ പ്രസംഗിക്കാൻ അറിയില്ല. ഇതെല്ലാം എൻ്റെ ഒരു ഡ്രോബാക്സ് ആയിട്ട് കിടക്കുന്നതാണ്. പക്ഷേ എവിടെയോ ആ ഒരു എന്താ പറയുക പുഷ് ചെയ്ത് എന്നെ വിട്ടപ്പോൾ എൻ്റെ ജീവിതം അവിടെ മുതലാണ് ഈ ഒരു അനുഭവത്തിലേക്ക്. ഇന്ന് എനിക്ക് എൻ്റെ കയ്യിലെല്ലാം ഉള്ളത് പാസ്റ്റർ പിന്നെ അന്ന് എന്നെ ആ പുഷ് ചെയ്ത് വിട്ടതിൻ്റെ ഇതായിട്ട് ദൈവം കയ്യിലെത്തിച്ച ഒരു കാര്യമാണ്. ഇത് അച്ഛൻ ഇത് പറയുമ്പോൾ അതിനൊരു ക്ലാരിഫിക്കേഷൻ ഞാൻ കൂടെ പറഞ്ഞില്ലെങ്കിൽ അത് ശരിയാകത്തില്ല. കാരണം ഞങ്ങളുടെ സഭയിൽ അച്ഛൻ ഒരു ഞായറാഴ്ച വരികയും അദ്ദേഹം ദൈവത്തിൻ്റെ വചനത്തിലൊന്ന് സംസാരിക്കുകയും ചെയ്തു. ആ വചനം എന്നെ ഭയങ്കരമായിട്ട് ടച്ച് ചെയ്തു. അങ്ങനെ ടച്ച് ചെയ്തു. ഞാൻ ആ ജീവിതത്തിൽ ആദ്യമായിട്ട് ആണ് അച്ഛനുമായിട്ട് അങ്ങനെ സംസാരിക്കുന്നത്. ഒരു വ്യക്തിപരമായ ബന്ധങ്ങളൊന്നുമില്ല, ഒരു പരിചയവുമില്ല. അപ്പം ഞാൻ അച്ഛനോട് ഈ ആരാധന കഴിഞ്ഞിട്ട് അച്ഛനോട് ചോദിക്കുകയാണ്, അച്ഛനെ കുറിച്ചുള്ള കാര്യങ്ങൾ ചോദിക്കുമ്പോൾ അച്ഛനിങ്ങനെ അവിടെ കുമ്പനാട്ട് താമസിക്കുകയാണ്, വാടകയ്ക്ക് താമസിക്കുന്നു, കാര്യങ്ങളൊക്കെ ഒരു പരിചയപ്പെട്ട് കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ പെട്ടെന്ന് അദ്ദേഹം ഒരു ധ്യാനഗുരുവായിട്ട്
പല സ്ഥലങ്ങളിൽ യാത്ര ചെയ്യുകയും പ്രത്യേകിച്ച് അമേരിക്കയിലൊക്കെ യാത്ര ചെയ്യുകയും ചെയ്ത കാര്യം കൂടെ മനസ്സിലാക്കിയപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, ഞാൻ അച്ഛന് ഒരു അവസരമുണ്ടാക്കി തന്നാൽ അമേരിക്കയിൽ പോകാൻ തയ്യാറാണോ എന്ന് ചോദിച്ചു. അപ്പം ഞാനത് ചോദിക്കുമ്പോൾ എനിക്കൊന്നും മനസ്സിലൊന്നും ഉണ്ടായിട്ടല്ല, ഒരു വളരെ ബ്ലാങ്കായിട്ട് ചോദിക്കുകയാണ്. കാരണം അച്ഛന് ഓൾറെഡി വിസ ഉള്ളത് കൊണ്ട് അച്ഛനെ ഒന്ന് ഇൻവൈറ്റ് ചെയ്യണമെന്ന് എൻ്റെ സ്നേഹിതരോട് ആരോടെങ്കിലും പറഞ്ഞാൽ അവരാരെങ്കിലും ചെയ്യുമെന്ന് എനിക്ക് ഉറപ്പുള്ളത് കൊണ്ടാണ് ഞാൻ അങ്ങനെ ചോദിച്ചത്. അച്ഛൻ പറഞ്ഞു, വലിയ ആവേശമൊന്നും അദ്ദേഹം കാണിച്ചില്ല. അദ്ദേഹം എന്നോട് പിന്നെ അതിനെക്കുറിച്ച് പറഞ്ഞത്, എങ്ങനെയാണ് എന്ന് എനിക്കറിയത്തില്ല, പോകുന്നതിന് എനിക്ക് കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞു. എനിവേ ഞാൻ എൻ്റെ ഒരു സ്നേഹിതനെ കൊണ്ട് ഒരു ലെറ്റർ വാങ്ങി അദ്ദേഹത്തിന് കൊടുക്കുകയും അദ്ദേഹം അങ്ങനെ അമേരിക്കയിലേക്ക് വിസിറ്റ് ചെയ്യുകയും ചെയ്തു. ചില മാസങ്ങൾ അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നു. ആ യാത്ര അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വലിയ അനുഗ്രഹമായി മാറി. സാമ്പത്തികം മാത്രമല്ല ഞാൻ പറയുന്നത്, അദ്ദേഹത്തിൻ്റെ മുന്നോട്ടുള്ള ശുശ്രൂഷയിൽ അത് ഒരു പുതിയ സ്റ്റെപ്പ് വെക്കുവാൻ അദ്ദേഹത്തിൻ്റെ മുൻപിൽ ഒരു വഴി തുറന്ന് കിട്ടിയതുപോലെ അല്ലേ. ഒത്തിരി കുറെ ബന്ധങ്ങളുണ്ട്, സ്നേഹിതരുണ്ടായി. അതെ പറഞ്ഞു, എനിക്കറിയാം അങ്ങനെ ചില കാര്യങ്ങളൊക്കെ അറിയാം. അപ്പോൾ എന്നോട് പലരും, എൻ്റെ സ്നേഹിതർ പലരും അച്ഛനെ കുറിച്ചുള്ള പറഞ്ഞ സാക്ഷ്യം എനിക്കത് വളരെ, അച്ഛൻ അവർക്കൊരു ആശ്വാസമായി എന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അച്ഛന് വേണ്ടി അങ്ങനെ ഒരു വഴി ദൈവം തുറന്നു എന്നുള്ളതേ ഉള്ളൂ. ഞാൻ അതിനകത്തൊരു ഉപകരണമായി മാറി. നമ്മുടെ ജീവിതത്തില് ദൈവം പ്രവർത്തിക്കുന്നത് ചില വ്യക്തികളിലൂടെയാണ്. ആ വ്യക്തിയെ ദൈവം കണ്ടിട്ടല്ലേ, എന്നെ കണ്ട ദൈവം എനിക്ക് വേണ്ടി ആ വ്യക്തിയെ കണ്ടിട്ടല്ലേ എടുക്കും. തീർച്ചയായിട്ടും ആ വ്യക്തിയെ ദൈവം എനിക്ക് വേണ്ടി ഒരുക്കി വെച്ചൊന്നു. അങ്ങനെ അനേകരുടെ ഇന്നത്തെ എൻ്റെ ജീവിതത്തിൽ ഞാൻ ദൈവത്തിന് എന്നും നന്ദി പറയുന്നു. ഓരോ പ്രഭാതത്തിലും എഴുന്നേറ്റ് നന്ദി പറയുന്ന ഒരു കാര്യമാണ്. മറക്കാനാവാത്ത ഒരുപാട് ഇതുണ്ട്. പ്രത്യേകിച്ച് ആദ്യത്തെ പോക്കിൽ ബെന്നി പാപ്പച്ചൻ എന്ന് പറയുന്ന ഒരു പാസ്റ്റർ സ്നേഹിതനാണ്. അദ്ദേഹമൊക്കെ എനിക്ക് വേണ്ടി ചെയ്തതും എന്നോട് കാണിച്ച സഹകരണവും ഒക്കെ ഒന്നും ജീവിതത്തിൽ മറക്കാൻ പറ്റില്ല. ചില വീടുകളിൽ അറിയാമല്ലോ, അമേരിക്കയിൽ പോയി വീടുകളിൽ എനിക്ക് വേണ്ടി ലീവ് എടുത്തവരുണ്ട്. അത് ഒന്നും മറക്കാൻ പറ്റില്ലല്ലോ ജീവിതത്തിൽ. അല്ല, നമ്മളത് പറയുമ്പോൾ ഏറ്റവും സന്തോഷത്തോടെ നമ്മൾ ഓർക്കേണ്ടുന്ന, നന്ദിയോടെ ഓർക്കേണ്ടുന്ന ഒത്തിരി ആളുകൾ ഈ അമേരിക്കയിൽ പലപ്പോഴും യാത്ര ചെയ്യുന്ന ഒരാളെന്നുള്ള നിലയിൽ നമുക്കൊരു പരിചയമില്ലാത്ത, നമ്മളുമായിട്ടൊരു കടപ്പാടുകളോ ബന്ധങ്ങളോ ഒന്നും ഇല്ലാത്ത എത്രയോ ആളുകൾ നമ്മളെ വിളിച്ചുകൊണ്ടുപോയി അവരുടെ വീടുകളിൽ താമസിപ്പിക്കുന്നു. അവർ നമുക്ക് ഭക്ഷണം വാങ്ങിത്തരുന്നു. അങ്ങനെ ഉള്ള സ്നേഹം പങ്കിടുന്ന ഒത്തിരി ആളുകൾ, അവരുടെ മനസ്സെത്ര വലുതാണ്. അപ്പം നമ്മളതൊരു ഇവിടെ നിന്ന് ചിന്തിക്കുമ്പോൾ അതിൻ്റെ ആഴം മനസ്സിലാകത്തില്ല. പക്ഷെ നമ്മളൊരിക്കൽ പോയി കണ്ടു കഴിയുമ്പോഴാണ് അവർ നമ്മളോട് കാണിച്ചു ഒരു കടപ്പാടുകളും ഇല്ലാഞ്ഞിട്ടും ദൈവസ്നേഹത്തെ മാത്രം കരുതി അവർ നമ്മളോട് കാണിച്ചു. അതെ, ആ സ്നേഹം എന്ന് അത് ആ ഒരു ഇതിൽ നമുക്ക് പ്രാർത്ഥന മാത്രമേ തിരിച്ചു നൽകാൻ, അത്രേ വേറൊന്നും നമുക്ക് കൊടുക്കാൻ. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അത് ഞാൻ അന്ന് മുതൽ ഇന്ന് വരെ പ്രാർത്ഥിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് രണ്ട് പ്രാവശ്യം കൂടെ ഞാൻ പോയി. അങ്ങനെ 3 പ്രാവശ്യം ഞാൻ അമേരിക്കയിൽ പോയി. പിന്നീട് വിസ ക്യാൻസലായി, പിന്നെ പോയിട്ടില്ല. അപ്പോഴേക്കും ഞാൻ യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ അനുഭവങ്ങളിലൂടെ കടന്നു പോയത്. ഞാനിപ്പോൾ ഒരു കൊച്ചു വീടെടുത്തതും ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകുന്ന ഒരു സന്ദർഭം ഉണ്ടായി. അവിടെ കിടന്ന് ഞാൻ സത്യം പറഞ്ഞാൽ കരഞ്ഞു പോയി. എന്ത് ചെയ്യും, വലിയ ഇത് ചെയ്യാനുള്ളതൊന്നും നമ്മുടെ സാമ്പത്തികമായ ഇതില്ല. പക്ഷെ ദൈവം തക്ക സമയത്ത് ഇടപെട്ട് വഴിയൊരുക്കി ഒരു ഭവനത്തിലേക്ക് കൊണ്ടുവന്നു, അത് കയ്യിലെത്തിച്ചു. ഇങ്ങനെ ദൈവപ്രവൃത്തിയിലാണ് ഞാൻ ഇന്ന് വരെ നിന്നത്. ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട് വാസ്തവേ, നമ്മൾ ദൈവത്തോടൊപ്പം നടന്നാൽ ദൈവം നമ്മളെ ആ തിരുമാറോട് ചേർത്ത് പിടിക്കും. നമ്മളെ ഒരു പ്രതിസന്ധിക്കും വിട്ടുകൊടുക്കാതെ, പ്രതിസന്ധികൾ വരും, പ്രതിസന്ധിക്കും വിട്ടുകൊടുക്കാതെ നമ്മളെ കൊണ്ടുപോകും. ഈ പറഞ്ഞപ്പോഴാണ് അച്ഛൻ ഈ ആരോഗ്യകാര്യങ്ങളെക്കുറിച്ച്, രോഗത്തെക്കുറിച്ചൊക്കെ പറഞ്ഞപ്പോൾ, തടത്തിലച്ഛൻ കഴിഞ്ഞ ദിവസം മിനിഞ്ഞാന്നും ഡയാലിസിസ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. നാളെയും അദ്ദേഹത്തിന് ഡയാലിസിസ് ചെയ്യണം. ഒരു അദ്ദേഹത്തിൻ്റെ കിഡ്നികളുടെ പ്രവർത്തനം നിലച്ചു പോയതുകൊണ്ട് അത് വലിയ ബുദ്ധിമുട്ട് അദ്ദേഹം ശാരീരികമായി അനുഭവിക്കുന്നുണ്ട്. അതിനിടയിലും ദൈവത്തെ സ്തുതിക്കുവാനും ദൈവത്തിൻ്റെ നന്മകളെ ഓർക്കുവാനും ദൈവം നടത്തുന്ന വിധങ്ങളെക്കുറിച്ച് പറയുവാനും ധൈര്യത്തോടെ സാധിക്കുന്നു എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഞാൻ ഇന്ന് ഇവിടെ വന്ന അച്ഛനെ ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ ദീർഘനാളുകളായിട്ട് ആഗ്രഹമുണ്ട്, അച്ഛനെ വന്ന് ഇൻ്റർവ്യൂ ചെയ്യണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷേ പെട്ടെന്ന് അത് ചെയ്യാനുണ്ടായ എനിക്കുണ്ടായ പ്രചോദനം എന്ന് പറയുന്നത്, കഴിഞ്ഞ
ദിവസം ഞങ്ങളുടെ സഭയിൽ അദ്ദേഹം ഈ ശാരീരികമായ പ്രതിസന്ധികൾക്കിടയിലും അദ്ദേഹം ഞായറാഴ്ച ആരാധനകളിൽ പങ്കെടുക്കുകയും ലഭിക്കുന്ന അവസരങ്ങൾ ദൈവം ശുശ്രൂഷിക്കുകയും ചെയ്യാറുണ്ട്. കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് അദ്ദേഹം നടത്തിയ ഒരു പ്രസംഗം എന്ന് പറയുന്നത് സത്യത്തിൽ ഒരു പ്രസംഗമല്ല. അദ്ദേഹം അത് ആ ദൈവവചനത്തിൻ്റെ ആഴത്തിലേക്ക് ഇറങ്ങി ദൈവം തനിക്ക് നൽകിയ വെളിപ്പാടിനെ വ്യക്തമായി അവതരിപ്പിക്കുമ്പോൾ അത് അസാധാരണമായ ഒരു ആത്മീയ അനുഭവമായിട്ട് മാറി. അപ്പോൾ ആ മെസ്സേജ് പിന്നീട് ഞാൻ സഭയുടെ യൂട്യൂബിൽ നിന്ന് അത് എൻ്റെ മോനെ കൊണ്ട് അത് പിക്ക് ചെയ്യിച്ച് ഞാനത് ഹല്ലേലൂയയുടെ യൂട്യൂബിൽ അത് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. നിങ്ങളത് കണ്ടിട്ടില്ലെങ്കിൽ അത് കാണണം. അസാധാരണമായ ഒരു ദൈവവചന ശുശ്രൂഷ. അപ്പോൾ ഈ അച്ഛൻ്റെ പ്രത്യേകത തന്നെ അതാണ്. അച്ഛന് കൊടുത്തിരിക്കുന്ന ദൈവിക വെളിപ്പാട്, വചനത്തിനകത്തുള്ള വചന വെളിപ്പാടുള്ള ഒരു ദൈവദാസനാണ്. അദ്ദേഹത്തിന് ആ ദൈവവചനം പറയുമ്പോൾ അത് സാധാരണ ഒരു പെന്തക്കോസ്ത് പാസ്റ്ററുടെ ശബ്ദവിന്യാസത്തിലോ അല്ലെങ്കിൽ അതുപോലെയുള്ള ഭാഷയിലോ അല്ല അദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തിൻ്റെ തനതായ ഒരു വൈദികൻ, കത്തോലിക്ക വൈദികൻ്റെ ആ രീതിയിൽ തന്നെ അദ്ദേഹം അത് സംസാരിക്കുകയും അദ്ദേഹത്തിന് അതേ അറിയത്തുള്ളൂ. അങ്ങനെയാണ് പുള്ളി പ്രസംഗിക്കുന്നത്. അപ്പോൾ ആ പ്രസംഗം എന്ന് പറയുന്നത് നമ്മളെ ആഴത്തിൽ സ്പർശിക്കുന്ന ദൈവവചന സന്ദേശങ്ങളാണ് അദ്ദേഹത്തിൽ നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ ഇപ്പം ഈ പ്രാവശ്യത്തെ ആ ദൈവവചന ശുശ്രൂഷയാണ് സത്യത്തിൽ ഇത്രയും പെട്ടെന്ന് വന്ന് ഇത് ചെയ്യാനായിട്ട് എന്നെ പ്രേരിപ്പിച്ചത്. അപ്പം അച്ഛനെ സംബന്ധിച്ചിടത്തോളം അച്ഛൻ ശാരീരികമായ പ്രതിസന്ധിയിലൂടെ കടന്നു പോകണം. അച്ഛൻ തന്നെ അതിനെക്കുറിച്ചൊന്ന് സൂചിപ്പിക്കുന്നത് നന്നായിരിക്കും. തീർച്ചയായിട്ടും ഞാൻ കടന്നു പോയതും കടന്നു പോകുന്നതുമായ സാഹചര്യം എന്ന് പറയുന്നത് നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലൂടെയാണ്. അപ്പം ഞാൻ അതിനെ പലപ്പോഴും ഇത് ഒരു എന്താ പറയുക, പുറത്തുള്ള ഞാനായിരുന്ന സഭയിലെ ഒരു വിഭാഗം, ഒരു വളരെ ചുരുക്കം വിഭാഗം, ഒരു ശാപമായിട്ട് ഇതിനെ ഒരു പൗരത്വത്തെ ഉപേക്ഷിച്ചതിൻ്റെ ഒക്കെ ശാപമാണെന്നൊക്കെ പറയുന്ന ഒന്നുണ്ട്. അപ്പം രോഗം ഒരു ശാപമല്ലെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. കാരണം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പൗരത്വത്തെ ഉപേക്ഷിക്കാത്ത ആത്മീയതയുടെ അനുഭവം എന്നൊക്കെ പറയുന്ന ബിഷപ്പുമാർ, പുരോഹിതന്മാർ ഒക്കെ ശാരീരികമായ അസ്വസ്ഥതകളിൽ പെട്ടുപോകുന്നു. അപ്പൊ അത് മുഖവിലേക്ക് എടുക്കേണ്ട കാര്യം. അപകടങ്ങളോ രോഗങ്ങളോ ഒന്നും ഒരു ശാപം പറഞ്ഞാൽ അത് ഒരിക്കലും നമുക്ക് അത് അറിവില്ലാത്തവർ പറയുന്ന ഒരു കാര്യം. അതൊന്നും ഞാൻ മുഖവിലേക്ക് എടുക്കാറില്ല. പൗരത്വത്തെ ഉപേക്ഷിച്ചത് കൊണ്ട് ഇന്നതാണ് അതാണ് ഇതാണെന്നൊക്കെ പറയുമ്പോഴും അവൻ ദോഷിയായിരുന്നു ഇല്ലേ അങ്ങനെ പറയും. 100,000 കമൻറ്റുകളും 100,000 എന്താ പറയട്ടെ ചർച്ചകളും ഒക്കെ നടന്നിട്ടുണ്ട്. ഞാൻ ഇന്ന് വരെ അതൊന്നും മുഖവിലേക്ക് എടുത്തിട്ടില്ല. കാരണം എനിക്കറിയാം അതായത് ഒരു ആന നടന്നു പോകുമ്പം ഒരു പട്ടി പുറകെ നിന്ന് കുറച്ചുകൊണ്ട് നടന്നാൽ ആന കാലം അടക്കി തുടിക്കാനൊന്നും പോകുകയില്ല. ആന മുന്നോട്ട് തന്നെ പോകും. അത് കാരണം ആനയ്ക്കറിയാം മുന്നോട്ട് പോകാൻ. അതിന് ഭയപ്പെടേണ്ട ആവശ്യമില്ല. എനിക്ക് മുമ്പിൽ നയിക്കുന്ന വലിയൊരു ക്രിസ്തുവുണ്ട്. ഞാൻ ആ ക്രിസ്തുവിനെ കണ്ടവനെ അത്രയും പറഞ്ഞു കേട്ട അറിവല്ലല്ലോ എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഈ രോഗാവസ്ഥയിൽ ഞാൻ പറയുന്നൊരു കാര്യമുണ്ട്. ഇന്ന് രാവിലെ ഞാനും സോണിയും കൂടെ സംസാരിച്ച് ഞാൻ പറഞ്ഞു, ഐ ആം ഗോയിങ് ത്രൂ എ ഗെത്സമൻ എക്സ്പീരിയൻസ്. ഒരു ഗെത്സമൻ അനുഭവത്തിലൂടെയാണ്. യേശുക്രിസ്തു അവിടെ ചെന്നു, കമിഴ്ന്നു വീണ് നെടുമ്പാട് വീണ് കിടന്ന് സത്യം പറഞ്ഞ ഒരു മാനുഷിക തലത്തിൽ കരഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നീക്കിക്കളയണമേ എന്ന് പറഞ്ഞാൽ. അത് ഇതിനെ നമ്മളൊരു ഡ്രാമാറ്റിക് ലെവലിൽ കണ്ടിട്ട് കാര്യമില്ല. ഒരു മനുഷ്യ ജീവിതത്തിൻ്റെ ഏറ്റവും സങ്കീർണമായ ഒരു അനുഭവമാണ് അവിടെ പറയുന്നതെന്ന് പറയുന്നത്. അവിടെ പിതാവ് അനങ്ങിയില്ല. മോനെ മുഖം തിരിച്ചു കളഞ്ഞു. സാരമില്ല മോനെ, അങ്ങനെയൊന്നും കുഴപ്പമൊന്നുമില്ല എന്നൊന്നും പറഞ്ഞൊന്നുമില്ല. ഒരു ആശ്വാസവാക്ക് പോലും ഇല്ല, ഒന്നുമില്ല. പക്ഷേ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, ലൂക്കോസിന്റെ സുവിശേഷത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്, ഒരു ദൂതൻ ഇറങ്ങി അവനെ ശക്തിപ്പെടുത്തി. അപ്പം വി ആർ ഗോയിങ് ത്രൂ എ ഗെത്സമൻ എക്സ്പീരിയൻസ്. ആ ഗെത്സമൻ എക്സ്പീരിയൻസ് വേദനയുടേതാണ്, പെയിൻഫുള്ളാണ്, എല്ലാമാണ്. പക്ഷെ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു ശക്തി സ്വർഗത്തിൽ നിന്ന് നമുക്ക് വേണ്ടി ഇറങ്ങുന്നുണ്ട്. ഞാൻ അതാണ് ഇതിനിപ്പം 2 കിഡ്നിയും ഫെയിലറായിട്ട് നിൽക്കുന്ന ഒരാളാണ് ഞാൻ. ഡയാലിസിസിലാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. അതിൻ്റെതായ ക്ഷീണങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷേ ഞാൻ തന്നെ അത്ഭുതപ്പെട്ടു പോകുന്നൊരു കാര്യം, ഈ ഡയാലിസിസിന് വരുന്ന ഒരു 95% ആൾക്കാരും ഒന്നുകിൽ വീൽ ചെയറിലോ ഇല്ലെന്നുണ്ടെങ്കിൽ മറ്റൊരാൾ വാഹനം ഓടിച്ച് കൊണ്ടിരുന്നതോ ഡയാലിസിസ് കഴിഞ്ഞ് പോകുമ്പം കയ്യിൽ പിടിച്ചിട്ടൊക്കെ പോകുന്നത് ഞാൻ കണ്ടിട്ടുള്ളൂ.
പക്ഷേ ഞാൻ ദൈവകൃപയാൽ, സ്വർഗദൂതൻ്റെ ശക്തിയാൽ എന്നൊക്കെ ഞാൻ അതിന് പറയുന്നത്, എന്നിൽ വസിക്കുന്ന ക്രിസ്തുവിൻ്റെ ശക്തിയാൽ ഞാൻ ഡയാലിസിസിന് വണ്ടി ഓടിച്ച് ചെല്ലുന്നു. വണ്ടി ഓടിച്ച് ഡയാലിസിസ് കഴിഞ്ഞ് ഇറങ്ങി വന്ന് നടന്നു പോരുന്നത് കണ്ടാലോ ഞാൻ ചെല്ലുന്നത് കണ്ടാലോ ഡയാലിസിസ് സ്റ്റേഷനിൽ ഒരാളാണെന്ന് പറയത്തില്ല. അത് കഴിഞ്ഞ് വണ്ടി ഓടിച്ച് ഞാൻ തിരിച്ചിവിടെ വരുന്നു. ഇവിടെ വന്നു കഴിയുമ്പോൾ അതിൻ്റേതായ ക്ഷീണം, ഇവിടെ എത്തുന്നിടം വരെ എങ്ങനെയെങ്കിലുമൊക്കെ ഇനി പോരും. ഇവിടെ വന്നു കഴിയുമ്പോഴത്തേനും പെട്ടെന്ന് അതിൻ്റെ കാരണം ഒരു ടൈമുണ്ട്, അത് കഴിയുമ്പോഴത്തേനും ബോഡി വീക്കാകും, ചിലപ്പോൾ ഛർദ്ദിക്കും. എങ്കിൽ തന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ദൈവം നടത്തുന്നു എന്നുള്ളതാണ്. എത്രമാത്രം ഇത് വന്നാലും ദൈവം, പിന്നെ എനിക്ക് കൂട്ടായിട്ട് നിൽക്കുന്ന ഒരു സഭ എനിക്കുണ്ട്, ആത്മാർത്ഥമായിട്ട് പറയുകയാണ്. ദൈവം എന്നെ മുന്നൊരുക്കത്തോടെ ചിലയിടത്ത് എത്തിക്കുമല്ലോ. അവിടെ ഞാൻ ആ സഭയിൽ എത്തിച്ചത് എനിക്ക് വേണ്ടി നിരന്തരം പ്രാർത്ഥിക്കുന്നൊരു പ്രാർത്ഥനയുടെ നനവുള്ള മണ്ണിലേക്കാണ് എന്നെ കൊണ്ട് നട്ടുന്നത്. അതുകൊണ്ട് തന്നെ ആ പ്രാർത്ഥന, കാരണം എനിക്ക് 10,000, 1,500 പേര് കൂടുന്ന ഒരു സഭയിൽ എനിക്ക് എല്ലാവരെയും അറിയത്തില്ല. ചിലപ്പോൾ തിരുവല്ലായി നിൽക്കുമ്പോഴായിരിക്കും ഓടി വന്നിട്ട് ഒരു അമ്മാമ്മ വന്ന് കയ്യെ പിടിച്ചിട്ട് പറയുന്നത്, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ. എവിടാണെന്ന് ചോദിക്കാൻ നമുക്ക് പറ്റത്തില്ല. അമ്മാമയെ എനിക്കറിയത്തില്ലെന്ന് പറയാൻ പറ്റത്തില്ല. അപ്പം ഒരു ചെറു ചിരിയോട് അതിനെ അങ്ങ് ഇത് ചെയ്യാം. കാരണം ഈ അമ്മാമയ്ക്ക് എന്നെ അറിയാം, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അങ്ങനെ എത്രയോ പേര് അങ്ങനെ ഒരു സമൂഹത്തിൽ. അതുപോലെ തന്നെ ഈ അമേരിക്കയിൽ നമ്മൾ പറഞ്ഞ പോലെ പോയി താമസിച്ച ഭവനങ്ങളിൽ അവർ മറന്നിട്ടില്ല. അപ്പോൾ അവർ പെട്ടെന്ന് അവരുടെ മനസ്സിലേക്ക് ഇങ്ങനെ ആരോ പറഞ്ഞൊക്കെ അറിയുമ്പം പെട്ടെന്ന് വിളിക്കുകയാണ്, സുഖമില്ലെന്ന് ഞങ്ങൾ അറിഞ്ഞ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ. അതിൽ കൂടുതലൊരു ബലമില്ല. കാരണം എന്ന് വെച്ചാൽ അത് ദൈവം ക്രമപ്പെടുത്തിയതാണ്. അതുകൊണ്ട് തന്നെ ഞാൻ രോഗത്തെ ഭയപ്പെടുന്നില്ല, മരണത്തെയും ഭയപ്പെടുന്നില്ല. കാരണം മരണത്തെ ജയിച്ചവൻ ഒറ്റ വാക്കാണ് എന്നെ മുന്നോട്ട് നയിക്കുന്നത്, ഞാൻ ജീവിക്കുന്നതിനാൽ നിങ്ങളും ജീവിക്കും. യേശുക്രിസ്തു പറഞ്ഞ വാക്ക്, അത് പാഴ്വാക്കല്ലല്ലോ. ആ ഒരു ബോധ്യത്തിലാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് പ്രതിസന്ധികൾ വന്നു എന്ന് വിചാരിച്ച് നോർത്താൻ വരരുത്. തോൽക്കാൻ ഒരുപാട് കാരണങ്ങളുണ്ട്, പക്ഷെ ജയിക്കാൻ ഒരൊറ്റ കാരണമേ ഉള്ളൂ, അത് ക്രിസ്തുവാണ്. ജയിച്ചവനാണ്. സാധ്യതകൾ ഒരുക്കി തരികയല്ല, സാധ്യതകളിലേക്ക് നമ്മൾ കൊണ്ടുപോകും. അതുകൊണ്ട് ആ ഒരു രോഗാവസ്ഥയിലാണ്, പക്ഷെ എന്നാലും ഞാൻ സന്തോഷവാനാണ്. ഇത് അവസാനിപ്പിക്കുമ്പോൾ അച്ഛന് പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ്: രോഗാവസ്ഥയിലാണ് എങ്കിലും ഞാൻ സന്തോഷത്തിലാണ്. ഒരുപക്ഷെ ഇത് കേൾക്കുന്ന ചിലരെങ്കിലും രോഗത്തിൻ്റെ കാഠിന്യത്തിലൂടെ കടന്നു പോകുന്നവരുണ്ടാകാം, പ്രതിസന്ധികളുടെ മുൻപിൽ പകച്ചു നിൽക്കുന്നവരുണ്ടാകാം. അച്ഛൻ്റെ വാക്കുകൾ നിങ്ങൾ മറന്നു പോകാതെ ഓർക്കുക. നമ്മുടെ മുൻപിലൊരു ക്രിസ്തുവുണ്ട്. ആ ക്രിസ്തുവിനെ മുന്നിൽ നമ്മൾ പ്രതിഷ്ഠിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഏത് പ്രതിസന്ധികളെയും, ജീവിതത്തിൽ നേരിടുന്ന ഏത് വേദനകളെയും നമുക്ക് നേരിടുവാൻ സാധിക്കും. ഗത്സമനയുടെ അനുഭവങ്ങൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ വന്നേക്കാം. അത് നമുക്ക് ലഭിക്കുമ്പോൾ, അത് നമ്മൾ പ്രതീക്ഷിച്ച പലരും നമ്മളെ ആശ്വസിപ്പിക്കുവാനോ സഹായിക്കുവാനോ ഒന്നുമില്ലാതെ പോകുമ്പോഴും ആരെയൊക്കെയോ ദൈവം എന്ത് ചെയ്യും? നമുക്ക് വേണ്ടി, ഒരു പരിചയമില്ലാത്തവരെ ആയിരിക്കാം, ദൈവം നമുക്ക് വേണ്ടി ഒരുക്കും. ആ കാര്യം ഒരിക്കൽ കൂടെ ഉറപ്പിക്കുന്ന ജീവിതാനുഭവങ്ങളാണ് തടത്തിലച്ഛന് നമ്മളോട് പറയുവാനുള്ളത്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നിങ്ങൾക്കൊരാശ്വാസമാകട്ടെ എന്ന പ്രാർത്ഥനയോടെ ഇവിടെ ഇത് അവസാനിപ്പിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അദ്ദേഹത്തിൻ്റെ ആരോഗ്യത്തിന് വേണ്ടി, അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് വേണ്ടി. അദ്ദേഹത്തിനൊരു മകനുണ്ട്, 9ാം ക്ലാസ്സിൽ പഠിക്കുന്നു. മകൻ്റെ പേര് ഡാനി എന്നാണ്, ഡാനിയേൽ. അവരുടെ കുടുംബത്തെ തടത്തിലച്ഛൻ, വൈഫ് സോണി, മകൻ ഡാനി, അവരെ ഓർത്ത് നിങ്ങളുടെ പ്രാർത്ഥനകളിൽ ഓർക്കുക, പ്രാർത്ഥിക്കുക. അനേകർക്ക് ആശ്വാസമായി തീരുവാൻ ദൈവം അദ്ദേഹത്തെ വീണ്ടും ബലപ്പെടുത്തട്ടെ, ധൈര്യപ്പെടുത്തട്ടെ എന്ന് നമുക്ക് എല്ലാവർക്കും ചേർന്ന് പ്രാർത്ഥിക്കാം. കർത്താവ് സഹായിക്കട്ടെ. താങ്ക് യു. നിങ്ങളുടെ മക്കൾക്ക് വിവാഹപ്രായമായോ? അവർക്കൊരു ജീവിത പങ്കാളിയെ അന്വേഷിച്ചു തുടങ്ങിയോ? നിങ്ങളെ സഹായിക്കുവാൻ ഞങ്ങൾ തയ്യാറാണ്. ഹാലലുയ മാട്രിമോണിയൽ ഏറ്റവും വിശ്വസ്തമായും ഏറ്റവും പെട്ടെന്നും നിങ്ങളുടെ മക്കൾക്ക് അനുയോജ്യമായ ദൈവഹിതപ്രകാരമുള്ള ജീവിത പങ്കാളിയെ കണ്ടെത്തുവാനുള്ള ഏറ്റവും നല്ല മാർഗമാണ്. എന്താണ് ഹാലലിയ മാട്രിമോണിയലിൻ്റെ പ്രത്യേകത? ഹാലലിയായിക്ക് എല്ലാ ദിവസവും 10-15 വാർത്തകൾ വരെ പ്രസിദ്ധീകരിക്കുന്ന ഒരു ഓൺലൈൻ സംവിധാനമുണ്ട്. ആ വാർത്തകളോട് കൂടെ നിങ്ങളുടെ മക്കളുടെ വിവാഹ പരസ്യം കൂടെ ഉൾപ്പെടുത്തുവാൻ സാധിക്കും.
അങ്ങനെ ഇത് ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആളുകളിലേക്ക് വളരെ പെട്ടെന്ന് എത്തിച്ചേരുന്നു. നിങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായ ആലോചനകൾ തിരഞ്ഞെടുക്കത്തക്ക നിലയിൽ ധാരാളം ഫോൺ കോളുകൾ നിങ്ങൾക്ക് ലഭിക്കും. രണ്ടാമത്തെ കാര്യം, ഹാലലിയായിക്ക് കഴിഞ്ഞ 30 വർഷമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന പ്രിൻ്റ് എഡിഷനുണ്ട്. എല്ലാ മാസവും 1-ാം തീയതിയും 15-ാം തീയതിയും ഹാലലിയ പത്രം പുറത്തിറങ്ങുന്നു. ആയിരക്കണക്കിന് വരിക്കാരിലേക്ക് അതെത്തുന്നു. ഈ പത്രത്തിലും ഈ മാട്രിമോണിയൽ പരസ്യം ഞങ്ങൾ ഉൾപ്പെടുത്തുന്നു. ഈ 2 സംവിധാനത്തിലൂടെ 10,000ങ്ങളിലേക്ക് നിങ്ങളുടെ മക്കളെക്കുറിച്ചുള്ള ഇൻഫർമേഷൻ എത്തിച്ചേരുമ്പോൾ വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് അനുയോജ്യമായ ആലോചനകൾ ലഭിക്കുന്നു. ദൂരെ എങ്ങും പോകണ്ട. നിങ്ങൾ ഇതോടൊപ്പമുള്ള നമ്പറിലേക്ക് നിങ്ങളുടെ മക്കളുടെ പ്രൊഫൈലും ഫോട്ടോയും അയച്ചു തരിക. ഇന്ന് തന്നെ ഇതിൽ രജിസ്റ്റർ ചെയ്യുവാൻ സാധിക്കും. വളരെ കുറഞ്ഞ ചെലവിൽ നിങ്ങളുടെ മക്കൾക്ക് അനുയോജ്യമായ വിവാഹാലോചന കണ്ടെത്തുവാൻ സാധിക്കും. അത് കേരളത്തിൽ മാത്രമല്ല, ലോകമെങ്ങുമുള്ളവർക്ക് ഈ സംവിധാനം ഉപയോഗിക്കാവുന്നതാണ്.